ഗുഡ് മോർണിംഗ്. ഐ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്കറിയാം നമ്മൾ വെൽഫെയർ എക്സാമിന്റെ ഭാഗമായിട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിന്റെ കുറച്ച് സിലബസും മൊഡ്യൂൾസും ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നുണ്ടായിരിക്കുക. നമുക്കറിയാം ഈ ഒരു സോഷ്യൽ വർക്ക് അതേപോലെ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് വളരെ വേർ മിനിമം ആയിട്ട് കുറച്ചെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടാവുന്ന ഒരു ഏരിയ ആണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്, അല്ലെ? കൗൺസിലിംഗ് എന്താണ്, കൗൺസിലിംഗിന്റെ വേരിയസ് സ്റ്റെപ്പുകൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്നതായിരിക്കും. എന്നാൽ പോലും അതിനെ ഒന്ന് എന്താ ചെയ്യുക, നമ്മൾ പൊടി തട്ടി എടുക്കണം, നമ്മൾ പോളിഷ് ചെയ്തെടുക്കണം ഒന്നുകൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിലെ പാർട്ട് 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ശരി, നമുക്ക് നോക്കാം എന്നാ. ശരി, നമ്മൾ ആദ്യം കൗൺസിലിംഗിന്റെ ഡെഫിനേഷൻ ആണ് തുടങ്ങുന്നത്. അമേരിക്കൻ കൗൺസിലിംഗ് അസോസിയേഷൻ കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? കൗൺസിലിംഗ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് ഈസ് എ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ദാറ്റ് എംപവേഴ്സ് ഡൈവേഴ്സ് ഇൻഡിവിജ്വൽസ്, ഫാമിലീസ് ആൻഡ് ഗ്രൂപ്സ് ടു അക്കംപ്ലിഷ് മെന്റൽ ഹെൽത്ത്, വെൽനസ്, എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ ഗോൾസ്. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണ്. ഇൻഡിവിജ്വൽസിനെയും അതേപോലെ തന്നെ ഫാമിലിനെയും ഗ്രൂപ്പ്സിനെയും ഒക്കെ, ഡൈവേഴ്സ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയും ഫാമിലീസിനെയും ഗ്രൂപ്പ്സിനെയും ഒക്കെ എംപവർ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണ്. ഇതിനു വേണ്ടി അവർ എംപവർ ചെയ്യുന്ന ടു അക്കംപ്ലിഷ് മെന്റൽ ഹെൽത്ത്, വെൽനസ്, എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ ഗോൾസ്. ഇത് അമേരിക്കൻ കൗൺസിലിംഗ് അസോസിയേഷന്റെ ഡെഫിനേഷൻ ആണ്. നമുക്കറിയാം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനാണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡെഫിനേഷൻസ് ഒന്നും കാണാപ്പാടം അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് സെമിസ്റ്റർ എക്സാമിനല്ല ഈ ഡെഫിനേഷൻ ഇതേപോലെ ഓക്കെ അക്കോർഡിംഗ് ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതേണ്ടി വരുന്നില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അമേരിക്കൻ കൗൺസിലിംഗ് അസോസിയേഷൻ ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. ആ ഡെഫിനേഷന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് മാത്രം നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. മേ ബി ഇങ്ങനെ ഒരു ഡെഫിനേഷൻ കണ്ടിട്ട് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഇത് ആരുടെ ഡെഫിനേഷൻ എന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻ കൗൺസിലിംഗ് അസോസിയേഷന്റെ ആണ്. അതല്ലെങ്കിൽ അമേരിക്കൻ കൗൺസിലിംഗ് അസോസിയേഷന്റെ ഡെഫിനേഷനിൽ എന്താണ് അവർ കവർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ വേണ്ടി, അത് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഇത് ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ ഇത് അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ആരും ശ്രമിക്കരുത് കേട്ടോ. അപ്പൊ ഈ കണ്ടന്റ് മാത്രം ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണ്. ഇൻഡിവിജ്വൽസിനെയും ഫാമിലീസിനെയും ഗ്രൂപ്പിനെയും ഡൈവേഴ്സ് ആയിട്ടുള്ള അവരെ എംപവർ ചെയ്യുന്ന, അവർക്ക് മെന്റൽ ഹെൽത്തും വെൽനെസ്സും എഡ്യൂക്കേഷനും കരിയർ ഗോൾസും ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന, ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ കൗൺസിലിംഗ് അസോസിയേഷൻ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഡെഫിനേഷനും കൂടെ നോക്കാം. ഈ ഒരു ഡെഫിനേഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കുറച്ചും കൂടെ ആ ഒരു കൗൺസിലിംഗ് പ്രോസസ്സ് എന്താന്നുള്ളതും കൂടെ നിങ്ങൾക്ക് അതിന്റെ ഒരു മീനിങ് കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് അറിയുന്നതാണ് കൗൺസിലിംഗ് എന്താന്ന്, എന്നാലും ആർക്കെങ്കിലും മറന്നുപോയിട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. കൗൺസിലിംഗ് ഈസ് എ പ്രോസസ് ഇൻവോൾവിംഗ് ആൻ ഇന്ററാക്ഷൻ. അപ്പൊ നമുക്ക് മനസ്സിലായി കൗൺസിലിംഗ് ഒരു ഇന്ററാക്ഷൻ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയുണ്ട്? നമ്മൾ ഈ ഒരു PPT കുറെ മാക്സിമം പോയിന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. കൗൺസിലിംഗിൽ ഒരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്, ഒരു ഇന്ററാക്റ്റീവ് പ്രോസസ് ആണ് അത്, അല്ലെ? അതപ്പോ എന്തല്ല, ഒരു ഡിറക്റ്റീവ് പ്രോസസ് അല്ല, കുറച്ചും കൂടി ഒരു ഇന്ററാക്റ്റീവ് പ്രോസസ് ആയിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ ഒരു മോണോലോജിക്കൽ അല്ല, അതായത് ഒരാൾ മാത്രം സംസാരിക്കുന്നതല്ല, രണ്ടുപേരും സംസാരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ആരൊക്കെയാ രണ്ടുപേര്? കൗൺസിലറും ഉണ്ടായിരിക്കും, കൗൺസിലിയും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്ലയന്റ്. നമ്മൾ കൗൺസിലർ എന്ന് പറയുന്നത് ദ പേഴ്സൺ ഹു കണ്ടക്ട്സ് ദ കൗൺസിലിംഗ്, അല്ലെ? ആരാണോ കൗൺസിലിംഗ് ചെയ്യുന്നത് ആ വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത് കൗൺസിലർ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ ഞാനാണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ കൗൺസിലർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നോക്കിയേ, ഞാനാണ് ആരാണോ കൗൺസിലിംഗ് ചെയ്യുന്നത് അയാളാണ് എന്തെന്ന് പറയുന്നത് ഒരു കൗൺസിലർ എന്ന് പറയുന്നത്. ആരാണോ കൗൺസിലിംഗ് സ്വീകരിക്കുന്നത് അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കൗൺസിലി, അതല്ലെങ്കിൽ ക്ലയന്റ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആര് തമ്മിൽ ഇന്ററാക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻവോൾവിംഗ് ആൻ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ കൗൺസിലർ ആൻഡ് എ ക്ലയന്റ്. കൗൺസിലറും ക്ലയന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. എവിടെ? ഇൻ എ പ്രൈവറ്റ് സെറ്റിംഗ്. അപ്പൊ കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്തെന്ന് പറയുന്നത് പ്രൈവറ്റ് സെറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും ഒരു പബ്ലിക് അൺടിൽ ആൻഡ് അൺലെസ് അങ്ങനത്തെ ഒരു എന്താ പറയാ സാഹചര്യം അവിടെ നെസസിറ്റി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതൊരു പബ്ലിക് പ്ലേസിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇതൊരു പ്രൈവറ്റ് സെറ്റിംഗിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. വിത്ത് ദ പർപ്പസ് ഓഫ് ഹെൽപ്പിംഗ്, ഒരു ക്ലയന്റിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസോട് കൂടെ ഒരു പ്രൈവറ്റ് സെറ്റിംഗിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് കൗൺസിലർ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ദ ക്ലയന്റ് ചേഞ്ചസ് ബിഹേവിയർ സോ ദാറ്റ് ഹി മേ ഒബ്റ്റെയിൻ എ സാറ്റിസ്ഫാക്ടറി റെസൊല്യൂഷൻ ഓഫ് ഹിസ് നീഡ്സ്. ക്ലയന്റിന്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുകയും അതുവഴി അദ്ദേഹത്തിന് എന്താ പറയുക, അല്ലെങ്കിൽ അവർക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു റെസൊല്യൂഷൻ കിട്ടുകയുമാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അത് ഇതാണ് പെപ്പിൻസ്കിയുടെ 1954 ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഈ ഡെഫിനേഷൻ ആണ് ആക്ച്വലി ആ ഒരു കൗൺസിലിംഗ് പ്രോസസ്സിനെയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പറയുന്നതാണ്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച? കൗൺസിലറും ഉണ്ട്, കൗൺസിലിയും ഉണ്ട്. രണ്ട് പാർട്ടീസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അതൊരു ഇന്ററാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്, ഒരു പ്രൈവറ്റ് സെറ്റിംഗിലാണ് നടക്കുന്നത്. ക്ലയന്റിന്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്തെന്ന് വഴി അയാളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുകയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അത് ഇതാണ് ആ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നോക്കിയേ, ഇപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്തെന്നുള്ള ഒരു ഇതാണ് മീനിങ് ആണ്. കൗൺസിലിംഗിന്റെ മീനിങ് എന്താന്ന് പറയുന്നത്? കൗൺസിലിംഗ് ഈസ് എ
കോൺഫിഡൻഷ്യൽ ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ് ആണ്. കോൺഫിഡൻഷ്യൽ ആണ് അല്ലേ? ഇപ്പൊ ഞാൻ കൗൺസിലർ എൻ്റെ അടുത്തൊരു കൗൺസിലിൽ വരികയാണ്, അപ്പൊ ഞാൻ ഇയാളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇയാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കാം. ഞാനത് എന്താ പറയാ എല്ലാവരോടും പറഞ്ഞു നടക്കാൻ പാടുന്നുണ്ടോ? ഇല്ല. അതെന്താണ്? ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ് ആണ്. മറ്റാരും അറിയാത്ത, കൗൺസിലറും കൗൺസിലിംഗ് മാത്രം അറിയുന്ന ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ് ആണ്. ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അവിടെ. ആക്റ്റീവ് ലിസണിങ്ങും എംപതിയും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ആക്റ്റീവ് ലിസണിങ് നമ്മുടെ ഒരു സ്കില്ലാണ്, എംപതി ഒക്കെ നമ്മൾ സ്കില്ലായിട്ട് പറയുന്നതാണ്, അപ്പോൾ ക്വാളിറ്റി ഒക്കെ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ ആക്റ്റീവ് ലിസണിങ്ങും എംപതിയും നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? എന്ത് തരത്തിൽ ഓഫ് റിലേഷൻ ആണത്? കോൺഫിഡൻഷ്യൽ ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ് ആണത്. എന്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്? ക്ലാരിഫൈങ് തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് ബിഹേവിയേഴ്സ്. ക്ലയന്റിന്റെ ഇമോഷൻസിനെയും അതേപോലെ ഫീലിംഗ്സിനെയും തോട്ട്സിനെയും ബിഹേവിയേഴ്സിനെയും ഒക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൗൺസിലിംഗ് ചെയ്യണത്. ക്ലിയർ അല്ലേ മക്കളെ? എന്താണ് കൗൺസിലിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അതിൽ പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നുമില്ലോ? അതിന്റെ ഒരു മീനിങ്ങോ പർപ്പസോ അങ്ങനത്തെ ഒരു ഡൗട്ട് ഒന്നുമില്ലോ? ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, നമുക്ക് ഒബ്ജക്റ്റീവ്സ് നോക്കാം. അറിയുന്നതായിരിക്കും, വേഗം നമുക്കൊന്ന് നോക്കിവിടാം. കൗൺസിലിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒന്ന് ഫെസിലിറ്റേറ്റിംഗ് ബിഹേവിയർ ചേഞ്ച്. ബിഹേവിയർ ചേഞ്ചിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് ക്ലയന്റിന് ഒരു മാലഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടായിരിക്കും. ആ ബിഹേവിയർ കാരണം അത് നമ്മൾ പറയാറുണ്ട്, ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആവുന്നതായിരിക്കും. പക്ഷെ ചിലപ്പോൾ ആ ഒരു ബിഹേവിയർ ഒരു മാലഡാപ്റ്റീവ് ആണ്, അതല്ലെങ്കിൽ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ബിഹേവിയർ കാരണം ക്ലയന്റിന് പ്രോബ്ലം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ ഒരു ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യുന്നതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കും കൗൺസിലിംഗിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണത്. റെസൊല്യൂഷൻ ഓഫ് പ്രോബ്ലംസ്. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും, ആ പ്രോബ്ലം കാരണം ക്ലയന്റിന് ഇമോഷണലി ഡിസ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രോബ്ലം റിസോൾവ് ചെയ്യുക എന്നുള്ളതൊരു ഇതാണ്, ഒരു ഒബ്ജക്റ്റീവ് ആണ്. എൻഹാൻസിങ് കോപ്പിംഗ് സ്കിൽ. കോപ്പിംഗ് സ്കിൽസിനെ എൻഹാൻസ് ചെയ്യുക. കോപ്പിംഗ് സ്കിൽസ് എന്താണെന്ന് അറിയുന്നല്ലേ? നമ്മൾ ആ ഒരു പ്രോബ്ലത്തിനെ എങ്ങനെയാണ് കോപ്പി ചെയ്ത് വരുന്നത് എന്നുള്ള ആ ഒരു സ്കിൽ. അപ്പൊ ആ ഒരു കോപ്പിംഗ് സ്കില്ലിനെ എൻഹാൻസ് ചെയ്യുക, കൂട്ടിക്കൊണ്ടുവരിക. പ്രൊമോട്ടിംഗ് ഡിസിഷൻ മേക്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക. ഇംപ്രൂവിംഗ് റിലേഷൻഷിപ്പ്. ഫെസിലിറ്റേറ്റിംഗ് ക്ലയൻസ് പൊട്ടൻഷ്യൽ. ക്ലയന്റിന്റെ പൊട്ടൻഷ്യലിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയും അതുവഴി അതല്ലെങ്കിൽ അച്ചീവിംഗ് പോസിറ്റീവ് മെന്റൽ ഹെൽത്ത്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്തിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ക്ലയന്റിനെ ഹെൽപ്പ് ചെയ്യുക. അതാണ് അൾട്ടിമേറ്റ്ലി അല്ലേ? ക്ലയന്റിന്റെ ഒരു പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് അച്ചീവ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാ? അതിന് വേണ്ടിയിട്ടാണ് അല്ലേ? പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ബിഹേവിയർ ചേഞ്ച് ചെയ്യേണ്ടതാണെങ്കിലും, പ്രോബ്ലം റിസോൾവ് ചെയ്യുന്നതാണെങ്കിലും, കോപ്പിംഗ് സ്കിൽ എൻഹാൻസ് ചെയ്യുന്നതാണെങ്കിലും, ഡിസിഷൻ മേക്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതും എല്ലാം ഇതിനു വേണ്ടിയാണ്, ടു അച്ചീവ് എ പോസിറ്റീവ് മെന്റൽ ഹെൽത്ത്. അതാണ് എന്തെന്ന് പറയുന്നത്? കൗൺസിലിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അത് സെറ്റ് അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, നോക്കിയേ, കൗൺസിലിംഗിന്റെ സ്കോപ്പ് ആണ് പറയുന്നത്. എന്താ കൗൺസിലിംഗ് സ്കോപ്പ് എന്ന് പറയുന്നത്? നമുക്കറിയാം കൗൺസിലിംഗ് നമ്മൾ എവിടേക്കാണ് അപ്ലൈ ചെയ്തായിട്ട് വരുന്നത്? എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇല്ലേ? എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് നമ്മൾ എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്? അക്കാഡമിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള കരിയർ പ്ലാനിങ്ങിന്, ഇതിനെല്ലാം വേണ്ടിയിട്ട് സ്റ്റുഡൻസിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസോട് കൂടിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് കൊടുക്കുന്നത്. കരിയർ കൗൺസിലിംഗ് ഒരു സ്കോപ്പാണ് കൗൺസിലിംഗിന്റെ അല്ലേ? എന്താ കരിയർ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ടായിരിക്കുക? ഇപ്പൊ ഒരു കരിയറിന് ഒരാൾക്ക് ചേഞ്ച് ചെയ്യണം, അതല്ലെങ്കിൽ ഷിഫ്റ്റ് വരികയാണ്, അതല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടെ പൊട്ടൻഷ്യൽ ഗ്രോ ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ കേസസിലൊക്കെ അല്ലെങ്കിൽ ഒരു പുതിയ കരിയർ ചൂസ് ചെയ്യണം. അപ്പൊ ഇവിടെയൊക്കെ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നത്? കരിയർ കൗൺസിലിംഗ് കൊടുക്കുന്നത്. മാരേജ് ആൻഡ് ഫാമിലി കൗൺസിലിംഗ് എന്താന്ന് പറയണ്ടല്ലോ? ഒരു ഇന്റർപേഴ്സണൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ പ്രീ മാരേജ് കൗൺസിലിംഗ് നമ്മൾ കൊടുക്കാറുണ്ട്, മാരേജിലേക്ക് പോകുന്നതിന് മുന്നേ കൊടുക്കുന്ന കൗൺസിലിംഗ്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ സ്കോപ്പുകളാണ്. ഇതൊക്കെ ആ ഒരു ടെർമിനോളജിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. റീഹാബിലിറ്റേഷൻ കൗൺസിലിംഗ്. എന്താ റീഹാബിലിറ്റേഷൻ കൗൺസിലിംഗ് എന്ന് പറയുന്നത്? അതായത് ഇപ്പോൾ ഒരു എന്താ പറയുക, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള, അപ്പൊ അവരെ റീഹാബിലിറ്റേഷൻ നടത്തുകയാണ് നമ്മളെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കൗൺസിലിംഗ് ആണ്, അതായത് പുനരധിവാസം എന്ന് നമ്മൾ പറയില്ലേ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കൗൺസിലിംഗ് ആണ് നമ്മൾ എന്താ പറയുന്നത്? റീഹാബിലിറ്റേഷൻ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗ് നമുക്ക് അറിയുന്നതാണ് എന്താണെന്നുള്ളത്. ക്രൈസിസ് കൗൺസിലിംഗ്. ഒരു ക്രൈസിസ്, സഡൻ ആയിട്ടുള്ള ഒരു ക്രൈസിസ് ഉണ്ടായി, ഒരു എന്താ പറയുക, ഒരു പെട്ടെന്നൊരു ക്രൈസിസ് ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായി, ഒരു പ്രതിസന്ധി ഉണ്ടായി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അയാൾക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ക്രൈസിസ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതൊക്കെ സ്കോപ്പുകളാണ്. അപ്പൊ ആ ഒരു പേരുകൾ മാത്രം ജസ്റ്റ് ഒന്നിങ്ങനെ ഓർത്ത് വെക്കുക. ഓക്കെ, ഇന്ന ഏരിയാസിലൊക്കെ നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാം. ഇതിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ? അല്ല, ഇതിന് കുറെ ഏരിയാസ് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് മേജർ ആയിട്ടുള്ള ഏരിയാസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ശരി, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഡിഫറൻസസ് ആണ്. എന്താണ്? ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് ഗൈഡൻസ് കൊടുക്കുക ഇല്ല? നമ്മൾ പറയാറില്ല പിള്ളേരുടെ അടുത്തൊക്കെ ഇപ്പോൾ കരിയർ ഗൈഡൻസ് എടുക്കണം, കരിയർ ഗൈഡൻസ് ക്ലാസ്സസ് ഒക്കെ ചിലർ കൊടുക്കാറൊക്കെ ഉണ്ട് ഇല്ലേ? അപ്പൊ ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ഉണ്ട്, കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ഉണ്ട്, സൈക്കോ തെറാപ്പി എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ഉണ്ട്. ഇങ്ങനെ 3 ടെർമിനോളജി ഉണ്ട്. എനിക്ക് തോന്നുന്നു
സാധാരണ ആളുകൾക്ക് കുറച്ചും കൂടെ അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് എന്ന് പറയുന്നത് സൈക്കോ തെറാപ്പി ആയിരിക്കും. ഗൈഡൻസും കൗൺസിലിംഗും അവർക്ക് അറിയുന്നതായിരിക്കും. അപ്പൊ ഈ 3 ടെർമിനോളജീസും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ശരി, ഇവിടെ ഉള്ളവർക്കൊക്കെ അത് അറിയുന്നതായിരിക്കും. എന്നാൽ പോലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. എന്താണ് ഗൈഡൻസ്, എന്താണ് കൗൺസിലിംഗ്, എന്താണ് സൈക്കോ തെറാപ്പി എന്നുള്ളത് കേട്ടോ. ശരി, നോക്കിക്കേ. ഗൈഡൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ എപ്പോഴാണ് ഗൈഡൻസ് കൊടുക്കുക? ഗൈഡൻസ് കുറച്ചും കൂടെ എന്താണ്, ഒരു അഡ്വൈസ് ആണ് അല്ലെ. നമ്മൾ ഒരു ഡൗട്ട് ഉണ്ട് നമുക്ക്, അപ്പൊ നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ഒരു കരിയർ ഗൈഡൻസ് സെല്ലിൽ പോകും. ഇപ്പൊ സ്കൂളുകളാണെങ്കിലും കോളേജസിലാണെങ്കിലും ഒക്കെ എന്തുണ്ട്, ഒരു കരിയർ ഗൈഡൻസ് സെൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതായത് നമുക്കൊരു ഡൗട്ടാണ്, ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഡിസ്ട്രെസ് ഒക്കെ തരുന്നുണ്ടായിരിക്കും. അയ്യോ, ഇത് സോൾവ് ആവാതെ എനിക്കൊരു സുഖമില്ലല്ലോ, അങ്ങനെ ഒരു ഇമോഷണൽ ഡിസ്ട്രെസ് ഒന്നും തരുന്നുണ്ടായിരിക്കില്ല. പക്ഷെ എന്താണ്, നമുക്കൊരു ഡൗട്ട് ഉണ്ട്, കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു ഡൗട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അഡ്വൈസ് ഓൺ എഡ്യൂക്കേഷൻ, കരിയർ അല്ലെങ്കിൽ ലൈഫ് പാത്ത്. അതിനെയാണ് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? ഗൈഡൻസ് എടുക്കുന്നുണ്ടായിരിക്കുക. എന്നാൽ അതേ സ്ഥാനത്ത് കൗൺസിലിംഗ് എവിടെയായിരിക്കും എടുക്കുന്നുണ്ടായിരിക്കാം? പേഴ്സണൽ ഇമോഷണൽ ഇഷ്യൂസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് ഇമോഷണലി ഡിസ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ ആണ് അത്. നമുക്ക് അതുകൊണ്ട് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെയൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഉള്ളിലൊരു സംഭവം കിടക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും നേരെ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ എന്താണ്, അവിടെയാണ് കൗൺസിലിംഗിന്റെ ഫോക്കസ് വരുന്നത്. എന്നാൽ സൈക്കോ തെറാപ്പി എന്താണ്, കുറച്ചും കൂടെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം നമുക്കുണ്ട്. ആ പ്രോബ്ലം നമ്മളുടെ ഒരു ലോങ് ടേം ആയിട്ട് നമ്മളെ എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും അത് ഇതാവാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൈക്കോ തെറാപ്പി അല്ലെങ്കിൽ തെറാപ്പീസ് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നത്. ക്ലിയർ ആണോ അത്? ഇനി നോക്കിക്കേ, നേച്ചർ എങ്ങനെയാ വരുന്നത് നോക്കിക്കേ. ഗൈഡൻസ് എന്താണ്, കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആണ്, ഡയറക്റ്റീവ് ആണ്. നമുക്ക് കുറെ ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ ചെന്ന് കരിയർ ഗൈഡൻസ് ചെല്ലുമ്പോൾ അവർ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരും, ഓക്കെ ഇന്ന കോഴ്സ് എടുത്താൽ നല്ലതാണ്. ഇപ്പോൾ ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കും, ഇന്ന കോഴ്സ് എടുത്താൽ നല്ലതാണ്, ഇന്ന ചെയ്താൽ ഇന്നൊക്കെയാണ്. അപ്പൊ അതായത് കുറച്ചും കൂടി ഡയറക്റ്റീവ് ആണ്. അവർക്ക് നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റും, ഇന്നത് ചെയ്യൂ, ഇന്നത് ചെയ്യൂ, ഇന്നത് ചെയ്യൂ, ഡയറക്ഷൻസ് തരാൻ വേണ്ടി പറ്റും. എന്നാൽ കൗൺസിലിംഗ് എന്താണ്, അത് ഇന്ററാക്റ്റീവ് ആണ് കുറച്ചും കൂടെ. അതായത് കൗൺസിലറോട് ചോദിച്ച് മനസ്സിലാക്കി കൗൺസിലറുടെ പ്രോബ്ലംസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞു കൊടുത്തിട്ട്, അപ്പൊ അങ്ങനെയാണ് നടക്കുന്നത്. കുറച്ചും കൂടെ നോൺ ഡയറക്റ്റീവ് ആണ്. അതായത് കൗൺസിലർ ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഓക്കെ നിങ്ങൾ ഇത് ചെയ്താൽ മതി, ഇത് ചെയ്തത് ശരിയായി, ഓക്കെ പോയിക്കോളൂ, അടുത്ത ആൾ വരും. അപ്പൊ അങ്ങനെ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ അല്ല അവിടെ വരുന്നത്. അവിടെ എന്താ, കുറച്ചും കൂടെ നോൺ ഡയറക്റ്റീവ് ആണ്, ഇന്ററാക്റ്റീവ് ആണ്. ക്ലയന്റും കൗൺസിലറും തമ്മിൽ ഒരു ഹെൽത്തി ഇന്ററാക്ഷൻസ് വഴിയാണ് അവർ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് വരുന്നത്. ഓക്കെ, ശരി. ഇനി സൈക്കോ തെറാപ്പിയിൽ എന്താ വരുന്നത്? അത് കുറച്ചും കൂടെ അനലിറ്റിക്കൽ ആണ്, ക്ലിനിക്കൽ ആണ്. അതായത് ട്രീറ്റ്മെന്റ് ഫോക്കസ്ഡ് ആണ്. മനസ്സിലായോ? അതായത് നമ്മളൊരു എന്താ പറയുക, ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ ആണ് അതൊന്നും. അതിന് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ പോലെയാണ് എന്ത് പോകുന്നത്, സൈക്കോ തെറാപ്പി പോകുന്നത്. ക്ലിയർ ആണോ അത്? ശരി, ഡെപ്ത് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത് നോക്കിക്കാം. ഗൈഡൻസിൽ എന്തായിരിക്കും, ജനറൽ ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും, ലെസ് കോംപ്ലക്സ് ആണ്. അത്ര വലിയൊരു കോംപ്ലക്സ് പ്രോബ്ലത്തിനൊന്നും നമ്മൾ പോയിട്ട് ഗൈഡൻസ് അല്ല എടുക്കുക കേട്ടോ. ശരി, കൗൺസിലിംഗിൽ എന്തായിരിക്കും, കുറച്ചും കൂടെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഇഷ്യൂസ് ആയിരിക്കും. നമ്മളെ അത് ഒരു എന്താ പറയാ, മോശമായി ബാധിക്കുന്നുണ്ട്, എന്നാലും ഒരു സിവിയർ കണ്ടീഷൻ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതോ അല്ലായിരിക്കും. അങ്ങനത്തെ ആയിരിക്കും കൗൺസിലിംഗ് നമ്മൾ കുറച്ചും കൂടെ എടുക്കുന്നുണ്ടായിരിക്കാം. സൈക്കോ തെറാപ്പി എന്തായിരിക്കും, ക്രോണിക് ആയിട്ടുള്ള സീരിയസ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനാണ്. ഇതൊരു കമ്പാരിറ്റീവ് സ്കെയിലാട്ടോ നമ്മൾ പറയുന്നത്. അതായത് ഗൈഡൻസിനെ വെച്ച് നോക്കുമ്പോൾ കൗൺസിലിംഗ് കുറച്ചും കൂടെ ഡെപ്ത് ഓഫ് പ്രോബ്ലം കൂടുതലായിരിക്കും. അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഡെപ്ത് ഓഫ് പ്രോബ്ലം കൂടുതലായിരിക്കും ഏതിനെന്ന് പറയുന്നത്, സൈക്കോ തെറാപ്പിക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കമ്പാരിറ്റീവ് സ്കെയിലാണ് നമ്മളിത് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ചിന്തിക്കരുത് ഒരിക്കലും ഓക്കെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് സൈക്കോ തെറാപ്പി ആണ് വലുത്, കൗൺസിലിംഗ് ചെറുത്, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വരരുത് കേട്ടോ. നമ്മൾ ആ ഒരു ഇതിൽ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ശരി. പ്രൊഫഷണൽ നോക്കിക്കേ. സൈക്കോ തെറാപ്പിക്ക് എന്ന് പറയുന്നത് എന്താണ്, സൈക്കോ തെറാപ്പി റിക്വയർസ് ലൈസൻസ്ഡ് സൈക്കോ തെറാപ്പിസ്റ്റ് അല്ലെ. ഇപ്പൊ സൈക്കോ തെറാപ്പി ചെയ്യണമെങ്കിൽ എന്താണ്, അവിടെ കുറച്ചും കൂടെ ലൈസൻസ്ഡ് ആയിട്ടുള്ള, സൈക്കോ തെറാപ്പി ചെയ്യാൻ സാധിക്കുന്ന, തെറാപ്പീസ് എല്ലാം പഠിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരാൾ വേണം അല്ലെ. എന്നാൽ ഗൈഡൻസിൽ എങ്ങനെയാ, മേ നോട്ട് റിക്വയർ എ ട്രെയിൻഡ് തെറാപ്പിസ്റ്റ്. ഗൈഡൻസിന് അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റ് വേണമെന്നുണ്ടോ? ഇല്ല. ഗൈഡൻസിന് എങ്ങനെയാണ്, നമുക്ക് ആ ഒരു കരിയർ ഗൈഡൻസിനുള്ള സ്കിൽ ഉണ്ടായിരിക്കണം. ആ ഒരു ഏരിയയിൽ കരിയേഴ്സുമായിട്ട് അല്ലെങ്കിൽ കോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട നോളജ് ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് എന്താണ് കരിയർ ഗൈഡൻസ് ചെയ്യാൻ പറ്റുന്നു. എന്നാൽ കൗൺസിലിംഗ് എന്താ, റിക്വയർസ് ട്രെയിൻഡ് കൗൺസിലർ. വേണ്ടേ? കൗൺസിലിംഗിൽ ഒരു പ്രൊഫഷണൽ എല്ലാവർക്കും കൗൺസിലിംഗ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കൗൺസിലിംഗിൽ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ട്രെയിനിങ് എടുത്തിരിക്കണം. അപ്പൊ അവർക്കാണ് എന്ത് ചെയ്ത് പറ്റുന്നത്, കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സൈക്കോ തെറാപ്പി വരുമ്പോഴോ ലോങ് ടേം പ്രോസസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാം. അപ്പൊ സൈക്കോ തെറാപ്പീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സൈക്കോ തെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളൂ. ശരി, ഡ്യൂറേഷൻ നോക്കിക്കാം. ഷോർട്ട് ടേം ആയിരിക്കും അല്ലെ. കരിയർ ഗൈഡൻസ് എപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കുക, കരിയർ ഗൈഡൻസ് എന്താ, നമ്മൾ ഷോർട്ട് ടേം ആയിട്ടല്ലേ എടുക്കുള്ളൂ. നമ്മൾ ഒരു മാസത്തിൽ പോയിട്ട് നമ്മൾ കരിയർ ഗൈഡൻസ് എടുക്കുമോ? ഇല്ല. വളരെ ഷോർട്ട് ടേം ആയിട്ട് 1-2 വട്ടം പോകുമായിരിക്കും മാക്സിമം പോയാൽ അല്ലെ.
നമ്മൾ എല്ലാ മാസവും പോയിട്ട് ശരി എനിക്ക് ഇങ്ങനെ ഏത് കോഴ്സ് എടുക്കണമെന്ന് ഡൗട്ട് ഉണ്ട്, അപ്പൊ എനിക്ക് കരിയർ ഗൈഡൻസ് വേണം, നമ്മൾ അങ്ങനെ ചെയ്യില്ല, ഇല്ലല്ലോ. അപ്പൊ അതാണ് അത് ഷോർട്ട് ടേം ആണ്. അത് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിരിക്കാം, മീഡിയം ടേം ആയിരിക്കാം, ഈവൻ ലോങ് ടേം ആയിട്ട് വരെ കൗൺസിലിംഗ് എടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഓക്കെ, സൈക്കോതെറാപ്പി എപ്പോഴും ലോങ് ടേം ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കും. അതൊരു നമുക്കറിയാം ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ കണ്ടീഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്, അങ്ങനത്തെ ഒരു പ്രോബ്ലം റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും കുറച്ചും കൂടെ ലോങ് ടേം ആയിരിക്കും. നമ്മൾ എൻറൂട്ട് ചെയ്തെടുക്കും എന്താണ് ഇതിന്റെ ബേസ്, നമ്മളിങ്ങനെ ഉള്ളിലേക്ക് പോകുന്തോറും അത് കൂടി വരുന്ന ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്, ലോങ് ടേം ആണ് അത്. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞ ചൂസിങ് എ കോളേജ് കോഴ്സ് നമ്മൾക്ക് ഗൈഡൻസ് എടുത്താൽ മതി പോരെ. കോപ്പിംഗ് വിത്ത് ആൻസൈറ്റി ഓർ സ്ട്രെസ്സും ആൻസൈറ്റി ഒക്കെ കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതായിരിക്കും എടുക്കുന്നുണ്ടായിരിക്കും, കൗൺസിലിംഗ് ആയിരിക്കും. നമുക്കൊരു സ്ട്രെസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ആൻസൈറ്റി ഉണ്ട്, നമുക്കത് കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളത് അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ കൗൺസിലിംഗ് സീക്ക് ചെയ്യും, നമ്മൾ കൗൺസിലറുടെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നു. തെറാപ്പീസ് നമ്മൾ എപ്പോഴും സൈക്കോതെറാപ്പി എപ്പോഴും എടുക്കുക, നമുക്കൊരു ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു ഡിപ്രഷൻ ഉണ്ട്, അത് വളരെ ഇൻഡെപ്ത് ആയിട്ടൊരു ട്രോമയുണ്ട്, അതല്ലെങ്കിൽ നമുക്കൊരു PTSD പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ട്, നമുക്ക് അവിടെ തെറാപ്പിയിലൂടെ മാത്രമേ അത് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. അത്രയും സിവിയർ ആണ് അത് എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സൈക്കോതെറാപ്പിയാണ് നമ്മൾ അവിടെ ചൂസ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഈ ഒരു മൂന്ന് നമ്മളെ ഡിഫറൻസിയേഷൻ ക്ലിയർ അല്ലേ? നമുക്ക് ഇങ്ങനെ തന്നെയാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള ഡിഫറൻഷിയേറ്റ് ഗൈഡൻസ്, അതേപോലെ കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ടേബിൾ ആയിട്ട് മാർക്ക് ചെയ്തത്, സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ഒരുമിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ അത്? ശരി, നമുക്ക് കൗൺസിലിംഗും സൈക്കോതെറാപ്പിയാണ് നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് രണ്ടിന്റെ ഒരു ഡെഫിനേഷനും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ പ്രോസസ് വേറെ കൗൺസിലർ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൗൺസിലർ വുഡ് ഗൈഡ് ദ കൗൺസിലിംഗ്. കൗൺസിലർ എന്ത് ചെയ്യുന്നു? കൗൺസിലിനെ ഗൈഡ് ചെയ്യുന്നു വിത്ത് ദ ഇന്റൻഷൻ ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻസ് ടു എ പ്രോബ്ലം. എന്തിനു വേണ്ടിയാ ഗൈഡ് ചെയ്യുന്നത്? ഒരു പ്രോബ്ലം ഉണ്ട്, അതിന് സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യുക എന്നുള്ള ഒരു ഇന്റൻഷനോടെയാണ് നമ്മൾ ഗൈഡ് ചെയ്യുന്നത്. ദാറ്റ് ദ കൗൺസിൽ ഈസ് ഫേസിങ് വിച്ച് ആർ മോസ്റ്റ് റിലേറ്റഡ് ടു ദ ഡേ ടു ഡേ ലൈഫ്. അല്ലെ, കൗൺസിൽ ഡേ ടു ഡേ ലൈഫിൽ നിത്യജീവിതത്തിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ കൗൺസിലർ കൗൺസിലിനെ ഗൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൗൺസിലിംഗ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ അത്? അപ്പൊ നോക്കിയാൽ സൈക്കോതെറാപ്പി എന്താ? ഇറ്റ് ഈസ് എ ഹീലിംഗ് പ്രോസസ്. അതൊരു ഹീലിംഗ് പ്രോസസ് ആണ്. ഹീലിയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മുറിയൊക്കെ ഹീലിയ എന്ന് പറയില്ല, വൂണ്ടൊക്കെ ഹീൽ ആവുന്ന പോലെ ഹീലിംഗ് പ്രോസസ് വിത്ത് തെറാപ്പിസ്റ്റ് ആൻഡ് ക്ലൈന്റ് എൻഗേജ് ഇൻ എൻ എഫേർട്ട്. തെറാപ്പിസ്റ്റും ക്ലൈന്റും ഒരു എഫേർട്ട്, ഒരു എൻഗേജ് ഇൻ എൻ എഫേർട്ട്, ഒരു പരിശ്രമം നടത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ഫൈൻഡ് സൊല്യൂഷൻസ് ടു ക്രോണിക് പ്രോബ്ലം വിച്ച് ക്യാൻ ബി ഇമോഷണൽ ഓർ ഫിസിക്കൽ. ക്രോണിക് എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള, കുറെ കാലമായി നീണ്ടു നിൽക്കുന്ന ഒരു ക്രോണിക് പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ, അത് ഇമോഷണൽ ആയിരിക്കാം, ഫിസിക്കൽ ആയിരിക്കാം, അങ്ങനത്തെ ഒരു ക്രോണിക് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്ലൈന്റും തെറാപ്പിസ്റ്റും കൂടെ എൻഗേജ് ചെയ്യുന്ന ആ ഒരു ഹീലിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ അത്? ഒന്ന് ഡേ ടു ഡേ ലൈഫിലെ പ്രോബ്ലംസിനെയാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേത് എന്താണ്? ക്രോണിക് ആയിട്ടുള്ള, വളരെ കാലമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോബ്ലത്തിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. രണ്ടും നമ്മളുടെ ഒരു ബേസിക് ഡിഫറൻസ് ക്ലിയർ അല്ലേ? ഓക്കെ, സെറ്റ്. ശരി, നോക്കാം. നമുക്ക് ഇനി കുറച്ച് കോണ്ടെക്സ്റ്റ് ഓഫ് കൗൺസിലിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് കൗൺസിലിംഗ് വരുന്നത്? അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഈ പറയുന്ന പോലെ ക്രൈസിസ് കൗൺസിലിംഗ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ശരി, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ക്രൈസിസ് കൗൺസിലിംഗ്, അതേപോലെ ഫെസിലിറ്റേറ്റീവ്, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് നോക്കി നോക്കാം. ക്രൈസിസ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമുക്ക് അറിയേണ്ടതല്ലേ? ക്രൈസിസ് കൗൺസിലിംഗ് ഈസ് എൻ ഇന്റർവെൻഷൻ യൂസ്ഡ് ടു ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് ഡീൽസ് വിത്ത് ഇമീഡിയറ്റ് ക്രൈസിസ് ദാറ്റ് സീം ഓവർവെൽമിംഗ് ഓർ അൺകംഫർട്ടബിൾ. ഒരു ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ക്രൈസിസ് നമ്മുടെ മുന്നിൽ വന്നു, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നമ്മുടെ മുന്നിൽ വന്നു, അപ്പൊ അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടി ക്ലൈന്റിന് പറ്റുന്നില്ല. ക്ലൈന്റിന് പെട്ടെന്നൊരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മളാണെങ്കിലല്ലോ ഒന്ന് പരിഭ്രമിച്ചു പോയില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ക്ലൈന്റിന്റെ മുന്നിലുള്ളത്. അപ്പൊ അത് ക്ലൈന്റിന് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണ്. ക്ലൈന്റ് ഓവർവെൽമിംഗ് ആണ്, അൺകൺട്രോളബിൾ ആണ്. ക്ലൈന്റിന് ഒരു രീതിയിലും അതിനായിട്ട് അത് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല ക്ലൈന്റിന്റെ കപ്പാസിറ്റി വെച്ചിട്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രൈസിസ് കൗൺസിലിംഗ് ഒരു ക്രൈസിസ് വരുമ്പോൾ കൊടുക്കുന്നത് തന്നെയാണ് ക്രൈസിസ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്, അല്ലേ? ക്രൈസിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും ഒരു പ്രതിസന്ധി. അതെന്തായിരിക്കാം? സഡൻ ആയിരിക്കാം, പെട്ടെന്ന് വരുന്നതായിരിക്കാം, അൺപ്രഡിക്റ്റബിൾ ഇവന്റ് ആയിരിക്കാം, നമ്മൾ മുന്നേ കൂട്ടി നിശ്ചയിച്ചൊന്നും ആയിരിക്കില്ല, പെട്ടെന്ന് വരുന്ന ഒരു ഇവന്റ് ആയിരിക്കും. ദാറ്റ് ഡിസ്റ്റർബ്സ് ആൻ ഇൻഡിവിജ്വൽസ് നോർമൽ ഫംഗ്ഷനിങ്. നോർമലായി പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇൻഡിവിജ്വലിന്റെ ഫംഗ്ഷനിങ്ങിനെ പെട്ടെന്ന് ഡിസ്റ്റർബ് ചെയ്യാണ്. അങ്ങനത്തെ ഒരു സംഭവത്തെയാണ് ക്രൈസിസ് എന്ന് പറയുന്നത്. പക്ഷേ ഇറ്റ് മേ കോസ് ഇന്റൻസ് ഇമോഷണൽ ഡിസ്ട്രസ്. ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ ഡിസ്ട്രസ് ഉണ്ടാക്കുന്നുണ്ട്. കൺഫ്യൂഷൻ, ഹെൽപ്ലെസ്നെസ്, പാനിക് ഒക്കെ ക്ലൈന്റിൽ ഉണ്ടാക്കുന്നുണ്ട്. ക്ലൈന്റിന് അത് ഇതാക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ക്രൈസിസ് കൗൺസിലിംഗ് നമ്മൾ കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? അത് ഒരു ക്രൈസിസ് ഉണ്ടാവുന്നു, സഡനും അൺപ്രഡിക്റ്റബിളും ആയിട്ടുള്ളതാണ് ക്രൈസിസ് എന്ന് പറയുന്നത്.
ക്ലയന്റിന് അത് ആ ഒരു ക്രൈസിസിനോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, നോർമൽ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ക്രൈസിസ് കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരുന്നത്. ശരി, നോക്കിയേ, ലോസ് ഓഫ് ലവ്ഡ് വൺ എപ്പോഴൊക്കെയാണ് കോമൺ കോസസ് ആണ് പറയുന്നത് ക്രൈസിസിന്റെ. ലോസ് ഓഫ് ലവ്ഡ് വൺ, ഒരു നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ, വളരെ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരാൾ നമ്മളെ വിട്ടു പോയി. അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ മേ ബി ഡെത്ത് ആയിരിക്കാം, അതല്ലെങ്കിൽ സെപ്പറേഷൻ ആയിരിക്കാം, എങ്ങനെയെങ്കിലും നമ്മളുടെ അടുത്തുനിന്ന് പോയി. അപ്പൊ അങ്ങനത്തെ ഒരു ലോസ് ഓഫ് ലവ്ഡ് വൺ ഉണ്ടായി എന്ന് വിചാരിക്കും. ഇവന്തോ ബ്രേക്കപ്പ് ആണെന്ന് വിചാരിച്ചു നിങ്ങൾ, എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരാൾ പോയപ്പോൾ നമുക്ക് അവിടെ അതൊരു ക്രൈസിസ് ആയിട്ട് നമുക്ക് അത് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് നമ്മളൊരു ക്രൈസിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സഡൻ ഇൽനെസ് ഓർ ആക്സിഡന്റ്, നമുക്ക് പെട്ടെന്നൊരു അസുഖം വന്നു, അതല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, നമുക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കൽ അബ്നോർമാലിറ്റി ഉണ്ടായി എന്നുള്ളതിന്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് എന്താണ് അതിനെ കൺസിഡർ ചെയ്യാം, ഒരു കോമൺ കോസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഡിവോഴ്സ് അല്ലെങ്കിൽ സെപ്പറേഷൻ നമ്മൾ പറഞ്ഞു. അക്കാഡമിക് ഫെയിലിയർ ഉണ്ടായി, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, നമുക്കറിയില്ല കലാമിറ്റീസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു, അതൊരു ക്രൈസിസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവുന്നു, ഫാമിലി കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നു, സഡൻ ആയിട്ട് ഉണ്ടാവുന്ന അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ എന്താണ് ക്രൈസിസ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കോമൺ കോസസ് ആണ്. അപ്പൊ എന്തിനാണ് നമ്മൾ ക്രൈസിസ് കൗൺസിലിംഗിന്റെ ഒരു ഗോൾസ് നോക്കിയൊക്കെ എന്തിനു വേണ്ടിയായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കാം, ഇൻഡിവിജ്വലിന്റെ ഇമോഷണൽ സ്റ്റേറ്റ്. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു നോർമലായി പോയിക്കൊണ്ടിരിക്കുന്ന ഇൻഡിവിജ്വൽ ആണ്, പെട്ടെന്ന് ക്രൈസിസ് വരുമ്പോൾ അത് ആകെ ഫ്ലക്ച്വേറ്റ് ആയി ഇൻഡിവിജ്വലിന്റെ ഫംഗ്ഷനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യണം, വേണ്ടേ? അപ്പൊ ആ ഒരു സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടാണ് അതാണ് ക്രൈസിസ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്, സ്റ്റെബിലൈസ് ഇൻഡിവിജ്വൽ ഇമോഷണൽ സ്റ്റേറ്റ്. ഇൻഡിവിജ്വൽ ഇമോഷണൽ സ്റ്റേറ്റിനെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തു, സപ്പോർട്ടും റീഅഷുറൻസസ് ഒക്കെ നമ്മൾ ക്ലയന്റിന് കൊടുത്തു. നമ്മൾ ക്ലയന്റിന് വേണ്ട സപ്പോർട്ട് റീഅഷുറൻസ് കൊടുക്കുന്നുണ്ട്. സെൻസ് ഓഫ് കൺട്രോൾ, നമ്മൾ പറഞ്ഞു ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് കൺട്രോൾ വിട്ട് പോയി, അപ്പൊ നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ക്ലയന്റിന് ആ ഒരു സെൻസ് ഓഫ് കൺട്രോൾ വീണ്ടും റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ആ ഒരു സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ ആക്കണം, ക്ലയന്റിന് ആ ഒരു സിറ്റുവേഷന്റെ മേലെ കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. എക്വിപ്പ് ദ പേഴ്സൺ വിത്ത് സ്ട്രാറ്റജീസ് ഫോർ ഫ്യൂച്ചർ കോപ്പിംഗ്. ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ക്ലയന്റിനെ എക്വിപ്പ് ചെയ്തെടുക്കുക. ഇതെല്ലാം എന്താണ് ക്രൈസിസ് കൗൺസിലിംഗിന്റെ ഗോൾസ് ആണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആണ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. നമ്മൾ അറിയാലോ ക്രൈസിസ് കൗൺസിലിംഗ് എന്താണെന്ന് അറിയാം, എന്തുകൊണ്ടൊക്കെ വരാമെന്ന് അറിയാം, എന്തിനു വേണ്ടിയാണ് ക്രൈസിസ് കൗൺസിലിംഗ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത്. ക്ലിയർ അല്ലേ അത്? ശരി, നമുക്ക് അടുത്ത് നോക്കാം. കൗൺസിലിംഗ്, ഈ ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗിന്റെ കൂടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ് ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗിന്റെ മറ്റ് രണ്ട് പേരുകളും കൂടെ. എന്തൊക്കെയാ? ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗിനെ പറയുന്നതാണ് റെമഡിയൽ കൗൺസിലിംഗ്. റെമഡിയൽ കൗൺസിലിംഗ് എന്നുള്ള ഒരു പേര് വരുന്നുണ്ട്, അഡ്ജസ്റ്റീവ് കൗൺസിലിംഗ്, ഇങ്ങനെ രണ്ട് പേരുകളും കൂടെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, റെമഡിയൽ കൗൺസിലിംഗ് എന്ന് കേട്ടാലും അഡ്ജസ്റ്റീവ് കൗൺസിലിംഗ് കേട്ടാലും അത് ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗ് ആണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ മൂന്ന് പേര് ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ എന്താ ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽ അണ്ടർസ്റ്റാൻഡ് ദെയർ കൺസേൺസ്. എന്താണ് അവരുടെ കൺസേൺസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ ആക്സെപ്റ്റ് ദംസെൽസ്, സ്വയം അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് അവർ ആക്ഷൻസ്, അവരുടെ ആക്ഷൻസിന്റെ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കുക എന്നുള്ള ഈ മൂന്ന് ലക്ഷ്യത്തോടെ, അല്ലെങ്കിൽ ഇതിനെ ഇൻഡിവിജ്വൽസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് നോക്കിയേക്കാം. ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗ് എന്താന്ന് പറയുന്നത്, ടു ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽസിനെ ഹെൽപ്പ് ചെയ്യാൻ അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്? അണ്ടർസ്റ്റാൻഡ് ദെയർ കൺസേൺസ്, അവരുടെ കൺസേൺസ് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, ആക്സെപ്റ്റ് ദംസെൽസ്, അവരെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് ദെയർ ആക്ഷൻസ്, അവർ ചെയ്ത ആക്ഷൻസിന്റെ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ നമ്മൾ കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ശരി, ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗ് എന്തിനായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം? പേഴ്സണൽ ഗ്രോത്തിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഡിസിഷൻ മേക്കിങ്ങിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കും, ബിഹേവിയറൽ ചേഞ്ചിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ക്ലിയർ അല്ലേ അത്? എന്തിനു വേണ്ടിയിട്ട്? ഹെൽപ്സ് ക്ലയന്റ് ബിക്കം സെൽഫ് റിലയന്റ് ഇൻ സോൾവിംഗ് ദെയർ പ്രോബ്ലംസ്. അൾട്ടിമേറ്റ്ലി നമ്മൾ എപ്പോഴും അത് തന്നെയായിരിക്കും എല്ലാ കൗൺസിലിംഗ് പ്രോസസ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, സെൽഫ് റിലയന്റ് ആവുക. ക്ലയന്റിന് അയാളുടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി സെൽഫ് റിലയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, അതായത് സ്വയം ഒരു പര്യാപ്തത എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ പറയാം, അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി എല്ലാ കൗൺസിലിംഗ് പ്രോസസ്സിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്. ശരി, എംഫസിസ് സെൽഫ് അവയർനെസ്, ഇൻസൈറ്റ് ആൻഡ് ഗോൾ സെറ്റിംഗും സെൽഫ് അവയർനെസ്സും ഇൻസൈറ്റും ഒക്കെ നമ്മൾ എംഫസൈസ് ചെയ്യുന്നുണ്ട്. ഇതില് ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗ്, അതല്ലെങ്കിൽ റെമഡിയൽ കൗൺസിലിംഗ്, അല്ലെങ്കിൽ അഡ്ജസ്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ മൂന്ന് ടേമും ഓർത്ത് വെക്കുക കേട്ടോ, ഒരെണ്ണം മാത്രമായിട്ട് ഓർത്ത് വെക്കരുത്. അപ്പൊ ക്ലയന്റിനെ ആക്സെപ്റ്റ് ചെയ്യുക, ആക്സെപ്റ്റ് ദംസെൽസ്, അണ്ടർസ്റ്റാൻഡ് ദെയർ കൺസേൺസ്, റെസ്പോൺസിബിലിറ്റി ഓഫ് ദെയർ ആക്ഷൻസ്. ഇത് മൂന്നുമാണ് എന്തെന്ന് പറയുന്നത്, ഇതിന് മൂന്നിനും ക്ലയന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണെന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പേഴ്സണൽ ഗ്രോത്ത് ഒക്കെ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, ശരി, നമുക്ക് എക്സാമ്പിൾ നോക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചും കൂടെ. നോക്കിക്കേ,
ചൂസിങ് ദ റൈറ്റ് അക്കാഡമിക് കോഴ്സ് അല്ലെങ്കിൽ കരിയർ, റൈറ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അക്കാഡമിക് കോഴ്സും കരിയറും ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫെസിലിറ്റി കൗൺസിലിംഗ് യൂസ് ചെയ്യാം. ഇംപ്രൂവിങ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പുതിയൊരു എൻവയോൺമെന്റ് നമ്മൾ ചെന്ന്, പുതിയൊരു ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ പുതിയൊരു കോളേജ് ആയിക്കോട്ടെ, എന്തിലെങ്കിലും ആവട്ടെ, അപ്പൊ നമ്മളൊരു പുതിയ എൻവയോൺമെന്റ് ചെന്ന് പെട്ടു അല്ലെങ്കിൽ ചെന്ന് ചേർന്നു എന്ന് വിചാരിക്കേണ്ട, ചേർന്നു എന്ന് വിചാരിക്കും. അപ്പൊ ചേർന്നു, അപ്പൊ ആ ഒരു പുതിയ എൻവയോൺമെന്റിനോട് നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഏതാണ്, ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗ് ആണ്, ഒരു ഫെസിലിറ്റേഷൻ ആണ് നടത്തുന്നത് അല്ലേ, ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ശരി. അല്ലെങ്കിൽ ഒരു ഫോൾട്ടി ബിഹേവിയർ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഏത് യൂസ് ചെയ്യാറുണ്ട്, റെമഡിയൽ അതല്ലെങ്കിൽ ഫെസിലിറ്റേറ്റീവ് അതല്ലെങ്കിൽ അഡ്ജസ്റ്റീവ് കൗൺസിലിംഗ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മൂന്നും അങ്ങനെ തന്നെ ഓർത്ത് വെക്കാം കേട്ടോ. ശരി, നോക്കിക്കേ, ഗോൾസ് ഓഫ് ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗ്. എന്താണ് ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗിന്റെ ഗോൾസ് എന്ന് പറയുന്നത്? സെർവ് ആസ് എ ഫെസിലിറ്റേറ്റർ. ഓക്കെ, നമ്മുടെ കൗൺസിലർ എപ്പോഴും ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കും. ഓഫ് കോഴ്സ് കൗൺസിലർ ഒട്ടുമിക്ക ഇതിലും ഫെസിലിറ്റേറ്റർ തന്നെ ആയിരിക്കും, ഡയറക്ടർ ആയിട്ടല്ല ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, മറിച്ച് എന്തല്ല, നമ്മളല്ല ആദ്യ അവസാനം അവിടെ ഡയറക്ട് ചെയ്യുന്നത്, മറിച്ച് നമ്മൾ ഫെസിലിറ്റേഷൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ രണ്ട് സാധനങ്ങൾ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നു, ലിങ്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഗൈഡ് ദ ക്ലയന്റ് ടുവാർഡ്സ് ക്ലാരിറ്റി ആൻഡ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്. ക്ലയന്റിന് സ്വയമേവ ഒരു സ്വത്വത്തെ കുറിച്ചിട്ടൊരു ബോധം ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കാനും ക്ലാരിറ്റി ഉണ്ടാവണം, കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. എൻകറേജ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ആക്ഷൻ. അതായത് എന്താ പറയാ, സ്വന്തം ഉത്തരവാദിത്തം എന്നല്ല, പേഴ്സണൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എൻകറേജ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മളെ ആക്ഷൻസിനെ അല്ലെങ്കിൽ പേഴ്സണൽ ആക്ഷൻസിനെയൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ് ടൂൾസ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. ഡിസിഷൻ മേക്കിങ്ങിനും പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ ടൂൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗിന്റെ കുറച്ച് ഗോൾസ് അതല്ലെങ്കിൽ ഒരു കൗൺസിലർ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത്. ക്ലിയർ അല്ലേ അത്? ശരി, നമുക്ക് അടുത്ത് നോക്കാം. ശരി, പ്രിവെന്റീവ് കൗൺസിലിംഗ് ആണ് വരുന്നത്. പ്രിവെന്റീവ് കൗൺസിലിംഗ് എന്താ? പ്രിവെന്റീവ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള കുറച്ചും കൂടെ കുറെ കേട്ടിട്ടുള്ള വാക്കായിരിക്കും. പ്രിവെന്റീവ് മെഡിസിൻസ് ഉണ്ട്, പ്രിവെന്റീവ് ആക്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്യാറില്ല. എന്താ പ്രിവെന്റീവ് മെഡിസിൻ ഒക്കെ നമ്മൾ എപ്പോഴും എടുക്കുക? അതെ, നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ പ്രിവെൻഷൻ എപ്പോഴും എടുക്കാം നമ്മൾ, അതായത് മുൻകരുതൽ, അതല്ലേ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരു പ്രിവെന്റീവ് മെഡിസിൻ എടുക്കാം, നമുക്കൊരു അസുഖം ഭാവിയിൽ വന്നേക്കാം, അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രിവെന്റീവ് മെഡിസിൻ എടുക്കും. നമ്മൾ വാക്സിൻ ഒക്കെ എടുക്കാറില്ലേ? കോവിഡ് വന്നപ്പോൾ നമ്മൾ അതിനെ കോവിഡ് വാക്സിൻ എടുത്തത് പ്രിവെന്റീവ് മെഡിസിൻ എന്നുള്ള രീതിയിൽ അല്ലെ, കോവിഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിവെന്റീവ്. ഇപ്പൊ TB വാക്സിൻ എടുക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിനാ? പ്രിവെന്റീവ് മെഡിസിൻസ് ആണ് അല്ലെ, നമ്മൾ വാക്സിൻസിന്റെ പ്രിവെന്റീവ് മെഡിസിൻ ആയിട്ടല്ലേ, അതായത് വരാതിരിക്കാൻ, ഒരു പ്രോബ്ലം ഉണ്ട് അത് വരാതിരിക്കാൻ അതല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിവെന്റീവ് മെഡിസിൻ എടുക്കുന്നത്. അതേപോലെ തന്നെയാണ് പ്രിവെന്റീവ് കൗൺസിലിംഗും. എന്താണ്? ഒരു ആന്റിസിപ്പേറ്റിംഗ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ പ്രോബ്ലം ഉണ്ട്, അതായത് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതിനെ നമുക്ക് ആ ഒരു സമയത്ത് വന്നതിന് ശേഷം നമ്മൾ നെട്ടോട്ട് ഓടുന്നതിൽ കാര്യമില്ല എന്നുള്ളൊരു അങ്ങനെ ഒരു ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രിവെൻഷൻ എടുക്കുക. അതായത് അത് വന്നാലും എനിക്ക് അതിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ നമ്മൾ ചെയ്യുന്നതാണ് പ്രിവെന്റീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇത് എയിംഡ് അറ്റ് ആന്റിസിപ്പേറ്റിംഗ് പൊട്ടൻഷ്യൽ പ്രോബ്ലം. ആന്റിസിപ്പേറ്റിംഗ്, അതായത് ആന്റിസിപ്പേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ആന്റിസിപ്പേറ്ററി എന്നൊക്കെ പറയില്ല, അതായത് മുൻകൂറായിട്ട് നമ്മൾ ഒരു മുഴം മുന്നേ ആ ഒരു സംഭവം മുൻകൂറായിട്ടുള്ള അതായത് മുൻകൂറായിട്ട് നമ്മൾ എടുക്കുകയാണ്, അതായത് വരാൻ സാധ്യത ഉണ്ട് നമുക്ക് തോന്നുന്ന പൊട്ടൻഷ്യൽ പ്രോബ്ലം ആണത്. ആൻഡ് എക്വിപ്പിംഗ് ഇൻഡിവിജ്വൽസ് വിത്ത് ദ സ്കിൽ ആൻഡ് നോളജ് നീഡഡ് ടു അവോയ്ഡ് ദം. അപ്പൊ അത് വരും, ഒരു പ്രോബ്ലം വരാനുണ്ട്, അപ്പൊ നമ്മൾ അതിനെ ഉൾട്ടടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ക്ലയന്റിന് എന്ത് ചെയ്യാണ്? സ്കിൽസും നോളജും ഒക്കെ പ്രൊവൈഡ് ചെയ്യാണ് ഇതിൽ ചെയ്യുന്നത്, പ്രിവെന്റീവ് കൗൺസിലിംഗിൽ നമ്മൾ ചെയ്യണത്. ക്ലിയർ അല്ലേ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. എപ്പോഴും പറയാറുള്ളതാണ്. അസുഖം വന്നിട്ട് അത് മാറ്റാൻ നോക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? അസുഖം വരാതിരിക്കാൻ നോക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന. ഒരു പ്രോബ്ലം വന്നിട്ട് പിന്നെ നമ്മൾ അതിനെ കൗൺസിലിംഗ് എടുത്ത് അത് മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് എന്താ? അത് നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? സജ്ജമായിട്ട് ഇരിക്കുക. അതിനുവേണ്ടിയാണ് പ്രിവെന്റീവ് കൗൺസിലിംഗ് കൊടുക്കുന്നത്. ശരി, ഇൻവോൾവ് സ്ട്രക്ചർഡ് പ്രോഗ്രാംസ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും വർക്ക് പ്ലേസസിലും കമ്മ്യൂണിറ്റി സെറ്റിംഗ്സിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിവെന്റീവ് കൗൺസിലിംഗ്സ് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. സെക്സ് എഡ്യൂക്കേഷൻ ടു പ്രിവെന്റ് മിസ്കൺസെപ്ഷൻസ് ആൻഡ് ആങ്സൈറ്റി അബൌട്ട് റിലേഷൻഷിപ്പ്. അതായത് കുറെ മിസ്കൺസെപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ കുട്ടികളാണെങ്കിലും അതല്ലെങ്കിൽ ഒരു ടീനേജ് ലെവലിലൊക്കെ എന്താണ് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണെങ്കിലും അതല്ലെങ്കിൽ സെക്ഷൽ ലൈഫിനെ കുറിച്ചിട്ടാണെങ്കിലും അപ്പൊ ഇത്തരം മിസ്കൺസെപ്ഷൻസിനെയും അത് തുടർന്നുണ്ടാവുന്ന ആൻസൈറ്റീസിനെയൊക്കെ ഭാവിയിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ അവരൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പൊ ഈ കുറെ മിസ്കൺസെപ്ഷൻസ് ഉണ്ടെങ്കിൽ എന്താണ്? അത് അവരുടെ വിവാഹ ജീവിതത്തെ ബാധിച്ചേക്കാം അല്ലെങ്കിൽ സെക്ഷൽ ലൈഫിനെ ബാധിച്ചേക്കാം. അപ്പൊ ഈ മിസ്കൺസെപ്ഷൻസിനെയൊക്കെ മുന്നേ കൂട്ടി നമ്മൾ എന്താണ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുക? സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രിവെന്റീവ് കൗൺസിലിംഗ് ആണ്. സ്ട്രെസ് മാനേജ്മെന്റ് വർക്ക്ഷോപ്സ്. ഇപ്പോൾ ഒരു ബിഗ് കമ്പനീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ സ്ട്രെസ് മാനേജ്മെന്റ് വർക്ക്ഷോപ്സ് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ എംപ്ലോയി
റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അത് എന്തിനാ കൊടുക്കുന്നത് ആക്ച്വലി? അതൊരു കൈൻഡ് ഓഫ് പ്രിവെന്റീവ് കൗൺസിലിംഗ് ആണ് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? അതായത് എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടായപ്പോഴാണോ സ്ട്രെസ് മാനേജ്മെന്റ് വർക്ക്ഷോപ്പ് കൊടുക്കുക? അല്ല, എല്ലാവർക്കും സ്ട്രെസ് വന്നപ്പോഴല്ല കൊടുക്കുന്നത്. മറിച്ച് എന്താ, അവർക്ക് സ്ട്രെസ് വരരുത്, വന്നാലും അത് എന്താ കമ്പനിയുടെ മാർജിനെ ബാധിക്കാൻ പാടില്ല. സ്ട്രെസ് വന്നാൽ അത് അവർക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇപ്പൊ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഭയങ്കര സ്ട്രെസ് ആയി, നമ്മൾ എന്ത് ചെയ്യും? ഓഫ് കോഴ്സ് നമ്മുടെ വർക്ക് ലൈഫിനെ ബാധിക്കും, അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയും, അപ്പൊ അത് കമ്പനീനെ നെഗറ്റീവായി ബാധിക്കും. സ്ട്രെസ് മാനേജ്മെന്റ് വർക്ക്ഷോപ്സ് മുന്നേ കൊടുക്കുമ്പോൾ എന്തായിരിക്കും? ഓക്കെ, സ്ട്രെസ് വരാനുള്ള സാധ്യതകൾ അത് ഒഴിവാക്കുന്നുണ്ട്, വന്നാലും അതിനെങ്ങനെ കോപ്പ് ചെയ്യണമെന്ന് ഇൻഡിവിജ്വൽസിനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ് ഒരു പ്രിവെന്റീവ് കൗൺസിലിംഗ് മെത്തേഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. എന്താ കൗൺസിലിംഗിന്റെ റോൾ എന്ന് പറയുന്നത്? എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ ആയിട്ട് വരുന്നുണ്ട്. ആക്യുറേറ്റ് ഇൻഫർമേഷൻ ആൻഡ് റിലവന്റ് ലൈഫ് സ്കിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെൽഫ് അവയർനെസ് ഫോസ്റ്റർ ചെയ്യുക, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ക്ലയൻസിലെ ഇംപ്രൂവ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത്? പ്രിവെന്റീവ് കൗൺസിലിംഗ്. അപ്പൊ അതെന്താന്നുള്ള ഒരു കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. വേർഡ് ബൈ വേർഡ് ഒന്നും കാണാപ്പാടെ ഒരിക്കലും പഠിക്കരുത് കേട്ടോ. ശരി, ഡെവലപ്മെന്റൽ കൗൺസിലിംഗ് നമുക്ക് അറിയുന്നതാണ്. ഡെവലപ്മെന്റൽ എന്നുള്ള ആ ഒരു ടേം തന്നെ നമുക്ക് കിട്ടുന്നതല്ല. എന്താ ഡെവലപ്മെന്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്? ഡെവലപ്മെന്റൽ സ്റ്റേജസുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് ഡെവലപ്മെന്റൽ കൗൺസിലിംഗ് ഈസ് എ ലൈഫ് സ്പാൻ അപ്രോച്ച് ദാറ്റ് സപ്പോർട്ട് ഇൻഡിവിജ്വൽസ് ഇൻ അച്ചീവിംഗ് ഒപ്റ്റിമം പേഴ്സണൽ ആൻഡ് സൈക്കോളജിക്കൽ ഗ്രോത്ത് അറ്റ് വാരിയസ് സ്റ്റേജസ് ഓഫ് ലൈഫ്. അല്ലേ, വാരിയസ് സ്റ്റേജസ് ഓഫ് ലൈഫ് ഒക്കെ നമുക്ക് അറിയേണ്ടതാണ്. ഇപ്പോൾ എറിക്സന്റെ തന്നെ സ്റ്റേജസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നുണ്ട്, കുറെ പേര് കൊടുത്തിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഇതേപോലെ സ്റ്റേജസ് ഓഫ് ലൈഫിൽ, ഓരോ സ്റ്റേജസ് ഓഫ് ലൈഫിലും ക്ലയന്റിന് അതല്ലെങ്കിൽ ഒരു പേഴ്സണ് ഒപ്റ്റിമം മാക്സിമം ആയിട്ടുള്ള പേഴ്സണൽ ആൻഡ് സൈക്കോളജിക്കൽ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഡെവലപ്മെന്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതൊരു ലൈഫ് സ്പാൻ അപ്രോച്ച് ആണ്. തുടർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലൈഫ് സ്പാനിലായിട്ടുള്ള ഒരു അപ്രോച്ച് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്തിനൊക്കെയാണ് കൊടുക്കുന്നത്? സെൽഫ് ഡിസ്കവറി നടത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഐഡന്റിറ്റി ഫോർമേഷൻ അല്ലെ, നമുക്കൊരു ഐഡന്റിറ്റി ഫോർമേഷൻ നമ്മൾ പറയില്ലേ, ഓരോ സ്റ്റേജിലും നമ്മൾ ഐഡന്റിറ്റി ഫോം ചെയ്യുന്നൊക്കെ പറയുന്നത്. ഐഡന്റിറ്റി ക്രൈസിസസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ നമ്മൾ എറിക്സന്റെ സ്റ്റേജസ് പഠിച്ചിട്ടില്ലേ? ശരി, അപ്പൊ ഐഡന്റിറ്റി ഫോർമേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്, വാല്യൂ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്, എൻഹാൻസിങ് ഇമോഷണൽ ഇന്റലിജൻസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഡെവലപ്മെന്റൽ കൗൺസിലിംഗ്. കുറച്ചും കൂടെ ഡെവലപ്മെന്റൽ സ്റ്റേജസിൽ ഓരോ സ്റ്റേജിലും ആ സ്റ്റേജിന്റെ മാക്സിമം ഒപ്റ്റിമം ആയിട്ടുള്ള പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഡെവലപ്മെന്റൽ കൗൺസിലിംഗ്സ് എന്ന് പറയുന്നത് കേട്ടോ. റോൾ ഓഫ് കൗൺസിലർ എന്താ? സപ്പോർട്ട് ഇൻഡിവിജ്വൽ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ദേ റിയാക്ട് ടു ദെയർ എൻവയോൺമെന്റ്. അവരെങ്ങനെയാണ് അവരുടെ എൻവയോൺമെന്റിനോട് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഇൻഡിവിജ്വൽസിനെ അതിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുക, അത് മനസ്സിലാക്കാൻ വേണ്ടി ഇൻഡിവിജ്വൽസിനെ സപ്പോർട്ട് ചെയ്യുക. ഹെൽപ്പ് ഇന്റർപ്രറ്റ് ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസസ് ടു ഫൈൻഡ് മീനിങ്. അവരുടെ ബിഹേവിയർ, ഇപ്പൊ ചിലർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, ഞാൻ എന്തുകൊണ്ട് എന്റെ ബിഹേവിയർ എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യണം. അതായത് ഒരു ബിഹേവിയർ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസസ് ഉണ്ട്, അതിന്റെ മീനിങ് എന്താണ്? ഇപ്പൊ ടീനേജിലൊക്കെ ആണെങ്കിലാണ് കുറച്ചും കൂടെ ആ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഒക്കെ ഉണ്ടായിരിക്കുക, വാല്യൂ ക്ലാരിഫിക്കേഷൻ ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ടായിരിക്കുക. അതായത് ആ ഒരു അവരുടെ ഐഡന്റിറ്റി ഒക്കെ ഫോം ചെയ്തിട്ട് അതൊന്ന് ഫിക്സ് ആവാൻ പോവാണ്. അപ്പൊ ആ ഒരു സമയത്ത് എന്തായിരിക്കും? അതിനെ ഹെൽപ്പ് ചെയ്യാണ്. ആ ഒരു ബിഹേവിയർ എന്തുകൊണ്ടാണ്, അതിന്റെ മീനിങ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫെസിലിറ്റേറ്റ് പോസിറ്റീവ് അഡാപ്റ്റേഷൻ, ഗ്രോത്ത് ആൻഡ് ഗോൾ അലൈൻമെന്റ്. പോസിറ്റീവ് ആയിട്ടുള്ള അഡാപ്റ്റേഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്, ഗ്രോത്തിന് വേണ്ടിയിട്ട് ഗോൾസ് എല്ലാം അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഡെവലപ്മെന്റൽ കൗൺസിലിംഗ് കൊടുക്കുന്നത്. ക്ലിയർ ആണോ അത്? മെയിൻലി നമ്മൾ 4 കോണ്ടെക്സ്റ്റ് ആണ് പറഞ്ഞത്. നമ്മൾ ഏതൊക്കെ പറഞ്ഞ? ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്രൈസിസ് കൗൺസിലിംഗ് പറഞ്ഞു. ഒരു ക്രൈസിസ് ഉണ്ടാവുന്നു, സഡൻ ആൻഡ് അൺപ്രഡിക്റ്റീവ് ആയിട്ടുള്ള ക്രൈസിസ്, അതിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ക്രൈസിസ് കൗൺസിലിംഗ്. ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗ് അല്ലെങ്കിൽ അഡ്ജസ്റ്റീവ് കൗൺസിലിംഗ്, അതല്ലെങ്കിൽ റെമഡിയൽ കൗൺസിലിംഗ്, 3 പേര് ഓർത്ത് വെക്കുക കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാ? ക്ലയന്റിന് സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ പേഴ്സണൽ ഗ്രോത്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഫെസിലിറ്റേറ്റീവ് അല്ലെങ്കിൽ റെമഡിയൽ കൗൺസിലിംഗ് കൊടുക്കുന്നത്. ശരി, മൂന്നാമത് നമ്മൾ ഏതാ പറഞ്ഞ? പ്രിവെന്റീവ് കൗൺസിലിംഗ് പറഞ്ഞു അല്ലെ. ആന്റിസിപ്പേറ്ററി ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ പ്രോബ്ലം ഉണ്ട്, എന്തായാലും വരാനിരിക്കുന്ന പ്രോബ്ലം. അപ്പൊ ആ പ്രോബ്ലത്തിനെ കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഭാവിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിവെന്റീവ് കൗൺസിലിംഗ് കൊടുക്കുന്നത്. നാലാമത് നമ്മൾ പറഞ്ഞ ഡെവലപ്മെന്റൽ കൗൺസിലിംഗ്, ലൈഫ് സ്പാൻ അപ്രോച്ച് ആണ്. ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജിലെയും മാക്സിമം പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. ക്ലിയർ അല്ലേ 4 കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്? ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോകില്ലെന്നാ. ശരി, നമ്മൾ ഫോംസ് ഓഫ് കൗൺസിലിംഗ്, ഫോംസ് അല്ലെങ്കിൽ ടൈപ്സ് എന്നോ എങ്ങനെയെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഉദ്ദേശിക്കുന്ന എങ്ങനെയൊക്കെയാണ് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു മീഡിയം ഓഫ് കൗൺസിലിംഗ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ഓർത്ത് വെക്കാം. ഓക്കെ, ശരി, നമുക്കറിയാം ആദ്യത്തെ ടെലിഫോൺ കൗൺസിലിംഗ് അറിയുന്നല്ലേ? ഇഷ്ടം പോലെ ഇപ്പൊ നമ്മൾ കുറെ പേര് പ്രിഫർ ചെയ്യുന്ന ഒരു സംഭവമാണ് ടെലിഫോൺ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ത്രൂ ഫോൺ നമുക്ക് കൗൺസിലിംഗ് അവൈലബിൾ ആണ്. 24/7 കിട്ടുന്ന കൗൺസിലിംഗ്സ് ഒക്കെ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ എന്താ ടെലിഫോൺ കൗൺസിലിംഗ് എന്ന് പറയുന്നത്? അറിയുന്നതാണ്. ഫോൺ വഴി നമ്മൾ ഒരു ടെലിഫോണിക്
മീഡിയത്തിൽ കൂടെ നമ്മൾ എന്ത് കൊടുക്കുകയാണ്, കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൗൺസിലറും കൗൺസിലിംഗ് ഇൻവോൾവ് ആയിരിക്കും. കൗൺസിലിംഗ് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടെലിഫോണിക് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ, നേരിട്ട് കണ്ട് നമ്മൾ ഇന്ററാക്ഷൻ ഇല്ല, ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഇല്ലാതെ നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടെലിഫോൺ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അത് ത്രൂ ഫോണാണ് നമ്മൾ ചെയ്യുന്നത്. ഓവേഴ്സ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട്, നമ്മൾ പെട്ടെന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നു. ഏത് അർജന്റ് അല്ലെങ്കിൽ എമർജൻസി, സാധാരണ നമ്മൾ എങ്ങനെ കൗൺസിലിംഗ് നമ്മൾ നേരിട്ട് ചെല്ലുന്ന ഒരു സാധനം ചിന്തിച്ചു നോക്കിയേ. നമ്മൾ പ്രീ ബുക്ക് ചെയ്ത് ഒരു ദിവസം എടുത്ത് നമ്മൾ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് അവിടെ ചെന്ന് നമ്മളുടെ അപ്പോയിന്റ്മെന്റ് വെയിറ്റ് ചെയ്ത് കയറി കണ്ട് ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷെ ടെലിഫോണിക് കൗൺസിലിംഗ് എന്താ, കുറച്ചും കൂടെ കൺവീനിയന്റ് ആണ്. നമുക്ക് ഫോൺ വിളിച്ച് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം. ശരി, ബുക്ക് ചെയ്ത ആ ടൈമിൽ നമ്മൾ വിളിച്ചാൽ മതി. നമുക്ക് ഇവിടുന്ന് ട്രാവൽ വേണ്ട, അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട. ഏത് എമർജൻസി അല്ലെങ്കിൽ അർജന്റ് സിറ്റുവേഷൻ, നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെലിഫോണിക് കൗൺസിലിംഗ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നല്ലേ. ശരി, പ്രൊവൈഡ് അനോണിമിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി അല്ലെ. ക്ലയന്റിന്റെ ഒരു ഐഡന്റിറ്റി ഫുള്ളി റിവീൽ ചെയ്യണം എന്നില്ല, ഉണ്ടോ? ക്ലയന്റിന്റെ ഫേസ് അവിടെ കൗൺസിലർ കാണുന്നില്ല. അപ്പൊ ക്ലയന്റിന് കുറെയൊക്കെ എന്താണ്, ശരി അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്ഥലത്ത് ചെല്ലുന്നു, ഒരു കൗൺസിലിംഗ് സെന്ററിൽ ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണ് ഒരു സ്റ്റിഗ്മ ഉണ്ട്, കൗൺസിലിംഗ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ എന്തോ പ്രശ്നമുണ്ട്. ആൾക്കാർക്ക് അങ്ങനെ ഒരു സ്റ്റിഗ്മ ഉള്ളത് കൊണ്ട് കുറെ പേര് അതുകൊണ്ട് മാത്രം കൗൺസിലിംഗ് എടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ട്. പക്ഷെ അപ്പൊ എന്താണ്, ടെലിഫോണിക് കൗൺസിലിംഗ് ആ ഒരു സംഭവം ഒഴിവാക്കാണ്, സ്റ്റിഗ്മ ഒഴിവാക്കാണ്. അതായത് നമ്മൾ അവിടെ നേരിട്ട് ചെല്ലുന്നില്ല. അപ്പൊ നമ്മുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് കൗൺസിലറോട് മാത്രമേ റിവീൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ, മറ്റാരും അറിയുന്നില്ല. അപ്പൊ കുറെയൊക്കെ നമുക്ക് നമ്മുടെ ഒരു അനോണിമിറ്റിയും കോൺഫിഡൻഷ്യാലിറ്റിയും ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ പറ്റുന്നുണ്ട്. അത് കുറെ പേർക്ക് അതായത് നേരിട്ട് ചെല്ലുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ആക്സസിബിൾ ആണ്, റിമോട്ട് ആണ്, നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് കൗൺസിലിംഗ് എടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്. ഒരു ടെലിഫോണിക് കൗൺസിലിംഗിന്റെ ഒരു ഇത് തന്നാണ് എന്താണ് ആ ഒരു കൗൺസിലിംഗ് മീഡിയം എന്നുള്ളത് കേട്ടോ. ശരി, നമുക്ക് നോക്കിക്കാം. വൺ ടൈം ഇന്റർവെൻഷൻ ആയിരിക്കാം ടെലിഫോണിക് കൗൺസിലിംഗ്. മേ ബി വൺ ടൈം ഇന്റർവെൻഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഓൺഗോയിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിന്റെ ഏതെങ്കിലും 1-2 സെഷൻസോ എന്താണ് ടെലിഫോണിക് ആയിട്ട് എടുക്കുന്നതായിരിക്കാം. എങ്ങനെ വേണമെങ്കിലും ആവാം. ഓക്കെ, അഡ്വാൻറ്റേജസ് എന്തൊക്കെ? അഡ്വാൻറ്റേജസ് 24/7 നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും, ഏത് സമയത്തും നമുക്ക് എടുക്കാൻ പറ്റും. സ്റ്റിഗ്മ, ട്രാൻസ്പോർട്ടേഷൻ, ടൈം കൺസ്ട്രെയിൻസ് അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഐസൊലേറ്റഡ് ആയിട്ടുള്ള, അപ്പൊ നമ്മൾ കോവിഡ് വന്ന് വീട്ടിലിരുന്നപ്പോൾ നമുക്ക് നമ്മുടെ കൗൺസിലറെ ഒക്കെ കാണാൻ പോകാൻ പറ്റുമായിരുന്നു? ഇല്ല. നമ്മൾ ടോട്ടലി ഐസൊലേറ്റഡ് ആണ്, ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്, നമുക്ക് എന്താ പറയാ പുറത്തു പോകാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ടെലിഫോണിക് കൗൺസിലിംഗ് ആണ്. നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ടോ? സപ്പോർട്ട് കിട്ടുന്നുണ്ട്. എങ്ങനെയാ കിട്ടുന്നത്? നമ്മൾക്ക് ഇമോഷണലിലുള്ള എല്ലാ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഐസൊലേഷനിലാണ് നമ്മൾ, എന്നാൽ പോലും നമുക്ക് ടെലിഫോൺ വഴി സപ്പോർട്ട് എടുക്കാം. അഡ്വാൻറ്റേജ് ആണ് അല്ലേ? ശരി, ഡിസഡ്വാൻറ്റേജ് നോക്കിക്കാം. എന്താ ഡിസഡ്വാൻറ്റേജ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. നമ്മൾ ലാക്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ശരി, നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മൾ കൗൺസിലർ ആണ്, നമുക്ക് കൗൺസിലർ എന്ത് ചെയ്യണം? സംസാരിക്കേണ്ട തിരിച്ച് നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ എന്താ, ക്ലയന്റ് ശരിക്കും കൗൺസിലറിന്റെ മുഖത്തുണ്ടാകുന്ന എക്സ്പ്രഷൻസ് കുറച്ചൊക്കെ റീഡ് ചെയ്യുന്നുണ്ടായിരിക്കും ഇല്ലേ? കൗൺസിലിയുടെ എക്സ്പ്രഷൻസ് കൗൺസിലർ റീഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പൊ കൗൺസിലർ കൗൺസിലിംഗ് വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൗൺസിലറുടെ മുഖത്തും അതേ ഒരു വിഷമം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലാണ് കൗൺസിലിക്ക് ഓക്കെ, ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുള്ള ഫീൽ കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്, നമുക്ക് അങ്ങനെ എക്സ്പ്രഷൻസ് കിട്ടുന്നില്ല. നമ്മുടെ എന്താ പറയാ പോസിറ്റീവ് ആയിട്ടുള്ള ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ആകെ കിട്ടുന്ന നോൺ വെർബൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ പോസിബിൾ അല്ല. കൗൺസിലർ വായ തുറന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമാണ്, അതല്ലെങ്കിൽ കൗൺസിലി ആണെങ്കിലും വായ തുറന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. വെർബൽ കമ്മ്യൂണിക്കേഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ജസ്റ്റേഴ്സ് ആണെങ്കിലും അങ്ങനത്തെ യാതൊരുവിധ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അതൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. നമ്മളത് ആ ഒരു സംഭവം ഉൾക്കൊണ്ടുണ്ടാവും, പക്ഷെ നമ്മൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ അത് അവർക്ക് മനസ്സിലാവില്ല. നമ്മൾ ഫേസിൽ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടൊന്നും മനസ്സിലാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ലിമിറ്റേഷൻ ആണ്. റിക്വയർഡ് സ്കിൽഡ് ലിസണിങ്, വളരെ സ്കിൽഡ് ആയിട്ടുള്ള ലിസണിങ് വേണം. വെർബൽ എംപതി വേണം. എംപതി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും വെർബലി മാത്രം കൊടുക്കാൻ പറ്റുന്നല്ല, നോൺ വെർബലി കൊടുക്കാൻ പറ്റുന്ന ഒരു എംപതിയാണ് അല്ലെ. ഇപ്പൊ ഒരു ഫേം ടച്ച് ആണെങ്കിൽ പോലും അതൊരു എംപതിയാണ്. അപ്പൊ ആ ഒരു സംഭവം ഒന്നും നമുക്ക് എവിടെ കൊടുക്കാൻ പറ്റില്ല, ടെലിഫോൺ കൗൺസിലിംഗിൽ കൊടുക്കാൻ പറ്റില്ല. അവിടെ വെർബലി നമുക്ക് മാത്രമേ, സംസാരത്തിലൂടെ മാത്രമേ നമുക്ക് എന്തും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ശരി, മേ നോട്ട് സ്യൂട്ടബിൾ ഫോർ കോംപ്ലക്സ് അല്ലെങ്കിൽ ലോങ് ടേം തെറാപ്യൂട്ടിക്കൽ ഇഷ്യൂസ്. ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു തെറാപ്പി ആവശ്യമുള്ളതാണ്. നമുക്കപ്പോൾ ഫിസിക്കൽ പ്രസൻസ് അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അവിടെ ടെലിഫോണിക് കൗൺസിലിംഗ് ഒട്ടും സ്യൂട്ടബിൾ അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അത് ടെലിഫോണിക് കൗൺസിലിംഗ് ക്ലിയർ അല്ലേ? ശരി,
വൊക്കേഷണൽ കൗൺസിലിംഗ് നമുക്ക് അറിയുന്നതാണ്. നമ്മൾ വൊക്കേഷണൽ കോഴ്സസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ വൊക്കേഷണൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ആളുകൾക്ക് അവരുടെ ഒരു കരിയർ പാത്തിന്, അവരുടെ ആപ്റ്റിറ്റ്യൂഡിനും ഇൻട്രസ്റ്റിനും വാല്യൂവിനും പേഴ്സണാലിറ്റി ട്രൈറ്റ്സിനും ഒക്കെ അനുസരിച്ച് അവരുടെ ഒരു കരിയർ പാത്ത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോംഡ് ഡിസിഷൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അതിന് വേണ്ടി ഒരു ഇൻഡിവിജ്വലിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് വൊക്കേഷണൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് കുട്ടികൾക്കൊക്കെ വൊക്കേഷണൽ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് ഇല്ലേ? അത് അവർക്ക് ഒരു കരിയർ പാത്ത് അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവരുടെ ഒരു ഇൻട്രസ്റ്റും വാല്യൂം ട്രൈറ്റ്സ് ഒക്കെ നോക്കിയിട്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് വൊക്കേഷണൽ കൗൺസിലിംഗിൽ ചെയ്യുന്നുണ്ടായിരിക്കുക. കരിയർ പ്ലാനിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും ഒക്കെ ആയിരിക്കും അവർ അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സിമ്പിൾ ആണ്, നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? എൻഹാൻസ് അവയർനെസ് അബൌട്ട് ഒക്യുപ്പേഷണൽ ഓപ്പർച്യൂണിറ്റീസിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവയർനെസ് കൊടുക്കുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട്, അതായത് ഇന്ന ജോലികളെ കുറിച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇന്ന ജോലികളുണ്ട്, ഇന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതൊക്കെ അതിനെ കുറിച്ചുള്ള അവയർനെസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അലൈൻ പേഴ്സണൽ സ്ട്രെങ്ത് വിത്ത് റിയലിസ്റ്റിക് ജോബ് ഓപ്ഷൻസ് അല്ലെ? നമ്മളൊരു എന്താ പറയാ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കാതെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ജോബ് ഓപ്ഷൻസ് കൊടുക്കുക. പേഴ്സണൽ സ്ട്രെങ്തിന് എന്താണ് അവരുടെ പേഴ്സണൽ സ്ട്രെങ്ത് ആയിട്ടുള്ളത്? അപ്പൊ അവർക്ക് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇപ്പൊ എനിക്കൊരു പേഴ്സണൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും, അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ സ്ട്രെങ്ത് വെച്ചിട്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ വളരെ ഹൈപ്പോത്തറ്റിക്കലാണ്, ഞാൻ പറയാണ് ഓക്കെ എനിക്ക് എൻ്റെ പേഴ്സണൽ ഇതൊന്നും ഞാൻ നോക്കുന്നില്ല, ശരി എനിക്ക് എന്താണ് അതാവണം എന്നുള്ളൊരു സംഭവം വരുമ്പോൾ എന്താണ് അവിടെ നമ്മുടെ പേഴ്സണൽ സ്ട്രെങ്ത് നമ്മൾ ശരി ചിന്തിക്കുകയാണ്, നമുക്കൊരു വില്ലും ഡിറ്റർമിനേഷനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാം കേട്ടോ. എന്നാൽ പോലും കുറച്ചും കൂടെ നമ്മുടെ പേഴ്സണൽ സ്ട്രെങ്ത്തും റിയലിസ്റ്റിക് ജോബ് ഓപ്ഷൻസും ആയിട്ട് നമ്മൾ അലൈൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് അഡാപ്റ്റ് ടു ചേഞ്ചിങ് ജോബ് മാർക്കറ്റ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചിനോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് വൊക്കേഷണൽ കൗൺസിലിംഗിന്റെ കുറച്ച് എന്താണ് അതിന്റെ ഒരു ബേസിക് സംഭവങ്ങൾ വരുന്നത് കേട്ടോ. ശരി, നോക്കിയാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ക്രൈസിസ് കൗൺസിലിംഗ് ഒരു ഫോം ആയിട്ടും കൂടെ നിങ്ങൾക്ക് സിലബസിൽ വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഒന്നും കൂടെ ആഡ് ചെയ്തത്. നമ്മൾ പറഞ്ഞല്ലേ ക്രൈസിസ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇന്റർവെൻഷൻ ആണ്, ഡീൽ വിത്ത് അക്യൂട്ട് ഇമോഷണൽ സ്ട്രെസ് അല്ലെങ്കിൽ ട്രോമാറ്റിക് ഇവന്റ്സിനോട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വലിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇമോഷണൽ സപ്പോർട്ടും സ്റ്റെബിലിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കാം. മാനേജ് ദയർ റിയാക്ഷൻ, ആ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്രൈസിസിനോടുള്ള അവരുടെ ഈ റിയാക്ഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എസ്കലേറ്റ് ഇൻ ടു മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്, അതായത് ഇപ്പൊ ഒരു ട്രോമ ഉണ്ടായി, അതല്ലെങ്കിൽ ഒരു ക്രൈസിസ് ഉണ്ടായി, ക്രൈസിസിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒരു മാലാഡാപ്റ്റീവ് ബിഹേവിയർ ഉണ്ടായി, അതല്ലെങ്കിൽ ഒരു ഡിസ്ട്രസ് ഉണ്ടായി, അത് നമ്മൾ റിസോൾവ് ചെയ്തില്ലെങ്കിൽ എന്താവാം, മേ ബി അതൊരു ലോങ് ടേം ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ആയിട്ട് മാറിയേക്കാം. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ക്രൈസിസ് കൗൺസിലിംഗ് കൊടുക്കുന്നത്. ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായി, നാച്ചുറൽ കലാമിറ്റിയുടെ ഭാഗമായിട്ട് ഇപ്പൊ ഒരാൾക്ക് ഒരുപാട് ലോസസ് ഉണ്ടായി എന്ന് വിചാരിക്കാം. അപ്പൊ അയാൾക്ക് ആ ലോസസ് കാരണം ഒരു ഇമോഷണൽ ഡിസ്ട്രസ് ഉണ്ടായിട്ടുണ്ടാവും. അത് നമ്മൾ അപ്പോൾ അവിടെ അഡ്രസ് ചെയ്തില്ലെങ്കിൽ എന്താവും, ലോങ് ടേമിൽ അത് വലിയൊരു മേജർ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ആയിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാം ക്രൈസിസ് കൗൺസിലിംഗ് കൊടുക്കാം. എക്വിപ്പ് ഇൻഡിവിജ്വൽ വിത്ത് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഫോർ ഫ്യൂച്ചർ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ക്രൈസിസ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? പേഴ്സണൽ ക്രൈസിസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലാർജ് സ്കെയിലിൽ വരുന്ന ക്രൈസിസും ആവാം. പേഴ്സണൽ ക്രൈസിസ് എന്തൊക്കെയായിരിക്കാം? ഡെത്ത് ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിരിക്കാം, അക്കാഡമിക് ഫെയിലിയർ ആയിരിക്കാം, സെപ്പറേഷൻ ആയിരിക്കാം. ഇതൊക്കെ എന്താണ് പേഴ്സണലി ഒരു ഇൻഡിവിജ്വലിനെ അഫക്ട് ചെയ്യുന്ന ക്രൈസിസസ് ആണ്. ലോങ് ടേമിൽ എന്തൊക്കെയാണ് ക്രൈസിസ് വരാം? ലോങ് ടേം അല്ല, ലാർജ് സ്കെയിലിൽ വരുന്ന ക്രൈസിസ് എന്തൊക്കെയാണ്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരാം, പാൻഡമിക് വരാം ഇല്ലേ? കോവിഡ് ഒക്കെ വന്നപ്പോൾ എന്താണ് പാൻഡമിക്, നാച്ചുറൽ ഡിസാസ്റ്റർ വന്നു ഇല്ലേ? നമ്മൾ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു, ഇതൊക്കെ എന്താണ്? ഫ്ലഡ് ഉണ്ടാവുന്നു, ഒക്കെ എന്താണ്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ്. വയലൻസ് ഉണ്ടാവുന്നു, വാർ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്നത്, അതല്ലെങ്കിൽ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാവുന്നത്, ഇതൊക്കെ ക്രൈസിസ് ആണ് അല്ലെ? ഇതൊക്കെ എന്താണ് ഒരു ക്രൈസിസ് കൗൺസിലിങ്ങിനെ നെസസിറ്റേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആയിട്ട് വരാം. ഓക്കെ, ശരി. എലമെന്റ്സ് ഓഫ് ക്രൈസിസ് കൗൺസിലിംഗ് നമ്മൾ റിപ്പീറ്റഡ് ആയി വന്നതുകൊണ്ട് ഒന്നും കൂടെ ആഡ് ചെയ്തതാണ്. എലമെന്റ്സ് ഓഫ് ക്രൈസിസ് കൗൺസിലിംഗിന്റെ എലമെന്റ്സ്. അപ്പൊ ഈ ഒരു 4 എലമെന്റ്സ് എങ്കിലും നിങ്ങൾ ഓർത്തു വെക്കുക. ക്രൈസിസ് കൗൺസിലിംഗിൽ ഒരു 4 എലമെന്റ്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ. ഒന്ന്, അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ. ഇൻഡിവിജ്വലിന്റെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ അസസ് ചെയ്യുക. മേ ബി അതൊരു നമുക്കറിയാം, ഒരു ക്രൈസിസിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമുക്കറിയാം. അപ്പൊ ആ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമ്മൾ അസസ് ചെയ്യുക. അതിന്റെ നേച്ചർ, അതിന്റെ ഇന്റൻസിറ്റി, അതിന്റെ ഇമ്പാക്ട്, ഇൻഡിവിജ്വലിൽ അത് എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ അസസ് ചെയ്തു. പിന്നെ എഡ്യൂക്കേഷൻ, ക്ലയന്റിനെ അതല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ, ആരാണോ അഫക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ, ആ പേഴ്സണെ അതിനെക്കുറിച്ച് educate ചെയ്യുക, help the individual understand their reaction and normalize the crisis response. ആ ഒരു ക്രൈസിസ് എന്താണെന്നുള്ളത് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് അതിനോട് റെസ്പോൺസ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ, അതായത് അയാളുടെ ഓവർവെൽമിംഗ് ആയിട്ടുള്ള റിയാക്ഷൻസിനെ മാറ്റി കുറച്ചും കൂടെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഡെവലപ്പിംഗ് ആൻ ആക്ഷൻ പ്ലാൻ ടു ക്രിയേറ്റ് എ സ്ട്രക്ചർഡ് ഗോൾ ഓറിയന്റഡ്
പ്ലാൻ ടു ഹെൽപ്പ് ദ ഇൻഡിവിജ്വൽ റീഗെയിൻ കൺട്രോൾ ആൻഡ് ഫംഗ്ഷൻ. അതായത് ഇൻഡിവിജ്വലിന് അൺകൺട്രോളബിൾ ആണ് ഇൻഡിവിജ്വൽ അല്ലെ, അയാൾക്ക് അദ്ദേഹത്തിന്റെ ഇമോഷൻസിനെ ഒന്നും ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല, സിറ്റുവേഷൻ അൺകൺട്രോളബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതിനെ വീണ്ടും കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചേർഡ് ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക. ഓഫറിംഗ് സപ്പോർട്ട് ടു പ്രൊവൈഡ് ഇമോഷണൽ റീഅഷുറൻസ്, വാലിഡേഷൻ ആൻഡ് സെൻസ് ഓഫ് സേഫ്റ്റി. നമ്മളൊരു സപ്പോർട്ട് കൊടുക്കണം എങ്ങനെയൊക്കെ, റീഅഷുറൻസ് വഴി, വാലിഡേഷൻ വഴി, സെൻസ് ഓഫ് സേഫ്റ്റി വഴി. ക്ലിയർ അല്ലേ അത്? ഇപ്പൊ എന്തൊക്കെ ക്രൈസിസ് കൗൺസിലിംഗിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത്? അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ, എഡ്യൂക്കേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അവരെ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി സപ്പോർട്ട് കൊടുത്തു. സിമ്പിൾ അല്ല, ആ ഒരു ഓർഡറിൽ തന്നെ ഓർത്ത് വെക്കുക. ആദ്യം ഇൻഡിവിജ്വലിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി, അത് നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുത്തു, ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി സപ്പോർട്ട് കൊടുത്തു. സിമ്പിൾ അല്ലേ അത്? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്ത് നോക്കുന്ന. ഓക്കെ, ഇനി നമ്മളിപ്പോ ഓൾറെഡി നമ്മളിപ്പോ എന്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നേ? ടൈപ്സ്, ഒരു ഫോം ഓഫ് കൗൺസിലിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോണ്ടെക്സ്റ്റ് ഓഫ് കൗൺസിലിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, നമ്മൾ കൗൺസിലിംഗിലാണ് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത് അല്ലെ. കൗൺസിലിംഗിൽ 2 തരത്തിലുള്ള ഗോൾസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും 2 തരത്തിൽ? ഷോർട്ട് ടേം ഗോൾസും അതേപോലെ ലോങ് ടേം ഗോൾസും. അത് തന്നെയാണത്. ശരി, നമ്മൾ ഷോർട്ട് ടേം ഗോൾസിനെ നമ്മൾ ഇമ്മീഡിയറ്റ് ഗോൾസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് ഇമ്മീഡിയറ്റ് നമ്മൾ സോഷ്യൽ വർക്കേഴ്സിന് എപ്പോഴും അറിയുന്നതായിരിക്കും, നീഡിനൊക്കെ നമ്മൾ പറയാറില്ല, എന്താ റിയൽ നീഡും ഉണ്ടായിരിക്കും, ഇമ്മീഡിയറ്റ് നീഡും ഉണ്ടായിരിക്കും ഇല്ലേ. അപ്പൊ നമ്മൾ എന്താണ്, ഇമ്മീഡിയറ്റ് ഗോൾസും ഉണ്ടായിരിക്കും, ലോങ് ടേം ഗോൾസും ഉണ്ടായിരിക്കും. എന്താ ഇമ്മീഡിയറ്റ് ഗോൾസ് എന്ന് പറയുന്നത്? ഇമ്മീഡിയറ്റ് ഗോൾസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആ ക്ലയന്റിന് ഒരു പ്രശ്നമുണ്ട്, അതായത് ക്ലയന്റിന് ചിലപ്പോൾ ഒരു ലോങ് ടേം പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഇപ്പോ അയാള് നേരിട്ടുകൊണ്ടിരിക്കുന്ന ദ മേജർ തിങ്, അയാളുടെ ഡേ ടു ഡേ ലൈഫിൽ അയാൾക്ക് അത് കോപ്പ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇമ്മീഡിയറ്റ് ഗോൾ എന്ന് പറയുന്നത്. ശരി, ചിന്തിക്കുക. അപ്പൊ നിങ്ങൾ ഒരു ക്ലയന്റ് ഒരു സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കും, ഒരു കോളേജ് വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക. വിദ്യാർത്ഥി നിങ്ങളുടെ അടുത്ത് വന്നു, വിദ്യാർത്ഥി പറയാണ് എനിക്കിങ്ങനെ എക്സാം ആൻസൈറ്റി ആണ്, എനിക്ക് എക്സാം എഴുതുമ്പോൾ ഞാൻ ആകെ പാനിക് ആവുകയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ്, നമുക്ക് അവിടെ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ആ ആൻസൈറ്റിക്ക് ഒരു കാരണം ഉണ്ടായിരിക്കും, അത് കണ്ടുപിടിച്ചാലാണ് ആ ആൻസൈറ്റി റിസോൾവ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ എന്താണ്, നാളെ എക്സാം ആണ് ക്ലയന്റിന് എന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ അടുത്ത ആഴ്ച എക്സാം ആണ്, നമുക്ക് ഈ ഒരു 1 വീക്ക് കൊണ്ട് അത്രയും ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ക്ലയന്റുമായിട്ട് റാപ്പോർട്ട് ബിൽഡ് ചെയ്ത് ആൻസൈറ്റിയുടെ കാരണം കണ്ടുപിടിച്ച് അതിനെ റിസോൾവ് ചെയ്ത് തെറാപ്പി കൊടുത്ത് കൊണ്ടുവരാൻ സാധിക്കില്ല. അവിടെ നമ്മുടെ ഇമ്മീഡിയറ്റ് ഗോൾ എന്ന് പറയുന്നത് എന്താണ്, ഓക്കെ ക്ലയന്റിന് എക്സാം എഴുതണം, അപ്പൊ ഈ എക്സാം എഴുതുമ്പോൾ എക്സാം ഹാളിലെ ആൻസൈറ്റി വന്ന പാനിക് അറ്റാക്ക് ഉണ്ടാവരുത്, അപ്പൊ അതിനെ കോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റണം ക്ലയന്റിന് വേണ്ടേ. അപ്പൊ ഇമ്മീഡിയറ്റ് ഗോൾ എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ ലോങ് ടേം ഗോൾ എന്തായിരിക്കും അവിടെ, ക്ലയന്റിന് ആ ഒരു ആൻസൈറ്റി ഫ്യൂച്ചറിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അതിനെ ഇൻറൂട്ടഡ് ആയി നോക്കി എന്താണ് അതിന്റെ കാരണം എന്ന് മനസ്സിലാക്കി അതിനെ റിസോൾവ് ചെയ്ത് കൊണ്ടുവരാം, വിച്ച് ഈസ് എ ലോങ് ടേം ഗോൾ. ഇമ്മീഡിയറ്റ് ഗോൾ എന്താ, ക്ലയന്റിന് ഇപ്പൊ എക്സാം എഴുതണം, ഇപ്പൊ എക്സാം എഴുതുമ്പോൾ പാനിക് അറ്റാക്ക് വരാൻ പാടില്ല, ക്ലയന്റിന് ഈ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഇതെന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഗോൾ എന്ന് പറയുന്നത്. മറ്റേത് നമ്മുടെ ലോങ് ടേം ഗോൾ ആണ്. ക്ലിയർ ആണോ അത്? ഇമ്മീഡിയറ്റ് ഗോൾസ് എന്താണ്, ഷോർട്ട് ടേം ആണ്, ക്രൈസിസ് ഓറിയന്റഡ് ഗോൾസ് ആയിരിക്കും, സ്റ്റെബിലൈസിങ് ദ ക്ലയന്റ് ആൻഡ് റെഡ്യൂസിങ് ഇമ്മീഡിയറ്റ് ഡിസ്ട്രസ്, പെട്ടെന്നുള്ള ഡിസ്ട്രസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് കൊടുക്കുന്നത്, ഇമ്മീഡിയറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. ശരി, ലോങ് ടേം ഗോൾ എന്തായിരിക്കും, ബ്രോഡർ ആണ്, ഡെവലപ്മെന്റ് ഗോൾ ആയിരിക്കാം, ഫോക്കസ്ഡ് ഓൺ ലോങ് ടേം സൈക്കോളജിക്കൽ വെൽബീയിങ്, കുറച്ചും കൂടെ ലോങ് ടേം ആയിട്ടുള്ള സൈക്കോളജിക്കൽ വെൽബീയിങ്ങിനായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് അഡ്ജസ്റ്റ്മെന്റിനൊക്കെ ആയിരിക്കും അവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സിമ്പിൾ അല്ലേ അത്? പ്രൈമറി ഫോക്കസ് എന്തായിരിക്കും ഇവിടെ, ഇമ്മീഡിയറ്റ് ഗോളിൽ എന്തായിരിക്കും, ഇപ്പോൾ ഉള്ള സിംറ്റംസിനെ മാനേജ് ചെയ്യുക, ഇപ്പൊ എന്താണ് ക്ലയന്റ് ഷോ ചെയ്യുന്ന സിംറ്റം അതിനെ മാനേജ് ചെയ്യുക, ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുക, ക്രൈസിസിന് റെസ്പോൺസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ്. ഫട്ടാഫട്ട് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് അവിടെ. ലോങ് ടേമിൽ എന്തായിരിക്കും, അച്ചീവിങ് സെൽഫ് അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക, ബിഹേവിയർ ചേഞ്ച് പ്രൊവൈഡ് ചെയ്യുക, റിലേഷൻഷിപ്പ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ. ക്ലിയർ ആണോ അത്? അതാണ് ആ ഒരു ബേസിക് ഡിഫറൻസ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്, എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. ക്ലിയർ അല്ലേ? ശരി, ടൈം ഫ്രെയിം നോക്കിക്കേ. ഇമ്മീഡിയറ്റ് ഗോൾസ് എപ്പോഴും ഷോർട്ട് ടേം ആയിരിക്കും ഉണ്ടാവുക, ലോങ് ടേം ഗോൾസ് എന്തായിരിക്കും, ലോങ് ടേം ആയിരിക്കും, കുറെ സെഷൻസ് വഴി മന്ത്സ് അല്ലെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു പ്രോബ്ലത്തെ മൊത്തത്തിൽ സോൾവ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ നമുക്ക് ഇമ്മീഡിയറ്റ് ഗോൾ സോൾവ് ചെയ്യാൻ വേണ്ടി വർഷങ്ങൾ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. മാസങ്ങൾ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. വിത്തിൻ ഡേയ്സ് നമ്മൾ അത് സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ ചെയ്തിരിക്കണം. ശരി, നേച്ചർ ഓഫ് ഇന്റർവെൻഷൻ. ശരി, നമ്മൾ ഇമ്മീഡിയറ്റ് ഗോൾസ് നമ്മൾ സോൾവ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്താണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു എക്സാം എഴുതാൻ കുട്ടിക്ക് ടെൻഷനാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, കുട്ടീനോട് ഇരുത്തി ചിന്തിപ്പിച്ച് നമുക്ക് ആ ഒരു സംഭവം പ്രോസസ് ചെയ്ത്, ചിലപ്പോൾ നാളെ എക്സാം ആണെങ്കിൽ നമുക്ക് അതിനുള്ള സമയം കിട്ടില്ല, അത് കുറച്ചും കൂടി ഡയറക്റ്റീവ് ആണ്. ഓക്കെ, നമുക്ക് പറഞ്ഞു കൊടുക്കാം, ശരി എക്സാം ആളിൽ കയറുമ്പോൾ ഇന്നൊക്കെ ചെയ്യൂ, നമ്മൾ അതിനെ സ്ട്രെസ്സിനെ എങ്ങനെ കോപ്പ് ചെയ്യാം, കുറച്ച് മെത്തേഡ്സ് ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് ഡയറക്റ്റീവ് ആണ്, സപ്പോർട്ടീവ് ആണ്, ക്വിക്ക് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്,
ആക്ഷൻ പ്രോബ്ലം സോൾവിങ് ആയിരിക്കും, ആക്റ്റീവ് പ്രോബ്ലം സോൾവിങ് ആയിരിക്കും നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? അത് പെട്ടെന്ന് ഡിസിഷൻ മേക്ക് ചെയ്തു, കൗൺസിലർ പറഞ്ഞു കൊടുക്കും, നോക്കി ഇന്നൊക്കെ ചെയ്യൂ നിങ്ങൾ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് അവിടെ വേണ്ട അല്ലേ. എന്നാൽ ലോങ് ടേമിൽ എങ്ങനെയായിരിക്കും? കുറച്ചും കൂടെ റിഫ്ലക്റ്റീവ് ആയിരിക്കും, ഇൻസൈറ്റ് ഓറിയന്റഡ് ആയിരിക്കും. ക്ലയന്റിന് ഉള്ളിൽ ഇതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാക്കിയെടുത്ത് എന്തൊക്കെയാണ് വിത്തം വേരെന്ന് മനസ്സിലാക്കിയെടുത്ത് നമ്മൾ അതിനെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് കുറച്ചും കൂടെ ലോങ് ടേം ഗോൾസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ശരി, കോമൺ ടെക്നിക്സ് എന്തൊക്കെയായിരിക്കും ഇവിടെ? ക്രൈസിസ് ഇന്റർവെൻഷൻ വരാം, ഇതില് ഇമീഡിയറ്റ്ലായിട്ട് പറയുന്നത് റിലാക്സേഷൻ ടെക്നിക്സ് കൊടുക്കാം നമുക്കില്ലേ. റിലാക്സേഷൻ ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കാം. ബേസിക് കോഗ്നേറ്റീവ് റീസ്ട്രക്ചറിങ് കൊടുക്കാം. സേഫ്റ്റി പ്ലാനിങ് ഒക്കെ നമുക്ക് ഒരു ക്രൈസിസ് വന്നേച്ച് നമ്മൾ പെട്ടെന്ന് എവിടേക്കാണ് നമുക്ക് സേഫ്റ്റി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. സേഫ്റ്റി പ്ലാനിങ് ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ. ശരി, അപ്പുറത്ത് നമുക്ക് എന്തൊക്കെ കൊടുക്കാം? CBT കൊടുക്കാം, കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി കൊടുക്കാം, ഇൻസൈറ്റ് ബിൽഡിംഗ് ടെക്നിക്സ് കൊടുക്കാം. ഇൻസൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാന്നുള്ളത് കൊടുക്കാം. റിലേഷൻഷിപ്പ് ടു കരിയർ കൗൺസിലിംഗ് കൊടുക്കാം, ഹാബിറ്റ് ചേഞ്ച് വർക്ക് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് എന്താണ് ലോങ് ടേം ഇതിൽ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ക്ലിയർ ആണോ? അത് എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് വരുന്നത് എന്നുള്ളത്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ വേറെ എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ സോഷ്യൽ വർക്കേഴ്സ് എപ്പോഴും പറയാറില്ലേ, നമ്മളിങ്ങനെ ഒരാൾ നമ്മളോട് ഫുഡ് ചോദിച്ചു, നമ്മൾ ഫുഡ് ചോദിക്കുമ്പോൾ നമുക്ക് ഫുഡ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അയാളുടെ എന്താണ്, നമ്മള് അയാൾക്ക് ഫുഡ് മേടിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്, അയാളുടെ ഇമ്മീഡിയറ്റ് നീഡാണ് അവിടെ, അല്ലെങ്കിൽ അവിടെ ആ ഇമ്മീഡിയറ്റ് ഗോളാണ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നത്. അത് ഇപ്പൊ അയാൾക്ക് വിശപ്പുണ്ട്, ആ വിശപ്പിനെ അയാൾക്ക് ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റണ്ടേ. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ലോങ് ടേമിൽ ഓക്കെ, നാളെ ഇപ്പൊ ഞാൻ ഇന്ന് കൊടുത്ത നാളെ അയാൾക്ക് ആര് ഫുഡ് മേടിച്ചു കൊടുക്കും, അതുകൊണ്ട് ഞാൻ ഇന്ന് കൊടുക്കുന്നില്ല. അതെന്താണ് കുറച്ചും കൂടെ എന്താണ് നമ്മൾ ഓക്കെ അങ്ങനെയല്ല. അത് ഇപ്പൊ അയാൾക്ക് ഫുഡ് വിശപ്പ് എന്ന് പറയുന്നത് അയാളുടെ ഒരു പ്രോബ്ലം ആണ്. അപ്പൊ നമ്മൾ അത് ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പൊ അത് ഇമ്മീഡിയറ്റ് ഗോളാണ്. ആ ഒരു ഇപ്പോഴത്തെ പ്രശ്നം എന്താണോ അത് സോൾവ് ചെയ്യുക. ലോങ് ടേമിൽ എന്താണ്, അതിനെ അയാളെ എക്യുപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ലോങ് ടേമിൽ ഇയാൾക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് നമ്മൾ നോക്കിയെടുക്കുക. അതാണ് ലോങ് ടേം ഗോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് ഒരു കേസ് എക്സാമ്പിളും കൂടെ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റെഡ്യൂസ് ആൻസൈറ്റി അറ്റാക്സ്. എന്തൊക്കെയാണ് നമുക്ക് ആൻസൈറ്റി അറ്റാക്ക്? ഇമീഡിയറ്റ് ഗോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ആൻസൈറ്റി അറ്റാക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, സെൽഫ് ഹാം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, റെസ്യൂം ബേസിക് ഫംഗ്ഷനിങ് അല്ലെ. ഇപ്പോൾ സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്താണ് അവിടെ ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ ആക്ഷൻ ചെയ്യണം വേണ്ടേ? ഓക്കെ, നമ്മൾ മാസങ്ങളെടുത്ത ഓക്കെ ആള് സൂയിസൈഡ്, അതുവരെ ആള് വെയിറ്റ് ചെയ്യണമെന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ ആണ്. അപ്പൊ പ്രിവെന്റ് സെൽഫ് ഹാമിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ഗോൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ലോങ് ടേം ഗോൾസ് എന്തായിരിക്കും? ഡെവലപ്പ് അസർട്ടീവ്നെസ് ഡെവലപ്പ് ചെയ്തെടുക്കുക, ഇംപ്രൂവ് ഇപ്പോ ഇമോഷണൽ റെഗുലേഷൻസിനെ ഇംപ്രൂവ് ചെയ്തെടുക്കുക, ഒരു ഫുൾഫില്ലിംഗ് കരിയറിനെ ചൂസ് ചെയ്യുക, മെയിൻറ്റെയിൻ ഹെൽത്തി റിലേഷൻഷിപ്പ്. ഇതൊക്കെ എന്താണ് ലോങ് ടേം ആയിട്ടുള്ള ഗോൾസ് ആയിട്ടാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ശരി, 20 വയസ്സുള്ള ഒരു അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കുക. എന്തൊക്കെ പ്രോബ്ലം ആയിട്ട് പറഞ്ഞിട്ടുള്ള? എക്സാം ആൻസൈറ്റി ഉണ്ട്, ഡിഫിക്കൽട്ടി ഇൻ കോൺസെൻട്രേറ്റിംഗ് ഉണ്ട്, തോട്ട്സ് ഓഫ് ഫെയിലിയർ, തോൽക്കുമോ എന്നുള്ള പേടി, കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ഭയങ്കര ടെൻഷനാണ്, എക്സാമിനെ കുറിച്ചിട്ട് ഭയങ്കര ടെൻഷനാണ്. ഇതൊക്കെയാണ് പ്രോബ്ലം എന്ന് വിചാരിക്കാം. നമുക്ക് അവിടെ ഇമ്മീഡിയറ്റ് ഗോൾ എന്താ? ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഒന്ന് ആ പാനിക് എപ്പിസോഡ്സിനെ കാം ഡൗൺ ചെയ്യണം വേണ്ടേ? അതായത് ഇവർക്ക് വളരെ പാനിക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഓക്കെ, അതിനെ നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കണം, അതിനെ നമ്മൾ കാം ഡൗൺ ചെയ്യിക്കാം വേണ്ടേ? ശരി, ടീച്ച് ബേസിക് റിലാക്സേഷൻ ടെക്നിക്സ്. എന്താണ് ബേസിക് ആയിട്ടുള്ള റിലാക്സേഷൻ? ഇപ്പൊ ഡീപ് ബ്രീത്തിങ് ആയിരിക്കാം, പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ആയിരിക്കാം, എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ റിലാക്സേഷൻ ടെക്നിക്കുകൾ ഇവരെ പഠിപ്പിക്കുക. ബ്രീത്തിങ് എക്സസൈസസ് ഒക്കെ നമുക്ക് അറിയുന്നതല്ലേ. ശരി, റീഫ്രെയിം നെഗറ്റീവ് തോട്ട്സിനെ റീഫ്രെയിം ചെയ്യുക. അതായത് ഞാൻ തോൽക്കും എന്നുള്ളതാണ് കുട്ടിയുടെ പേര് അല്ലെ. തോട്ട്സ് ഓഫ് ഫെയിലിയർ ഉണ്ട്, ഞാൻ എന്തായാലും തോക്കും, ഞാൻ എന്താ പഠിച്ചിട്ടും കാര്യമില്ല, അങ്ങനെയുള്ള ഒരു ഫെയിലിയർ ആയിരിക്കാം, അങ്ങനെയുള്ളൊരു വിചാരമായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ റീഫ്രെയിം ചെയ്യുക. ഓക്കെ, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഞാൻ എന്റെ ബെസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് അതിനെ റീഫ്രെയിം ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുക. തോട്ട്സ് റീഫ്രെയിമിങ് അല്ലെങ്കിൽ റീഫ്രെയിം നെഗറ്റീവ് തോട്ട്സ്. ഡെവലപ്പ് എ ബേസിക് സ്റ്റഡി റുട്ടീൻ ആൻഡ് സ്ലീപ്പ് സൈക്കിൾ. ഇപ്പൊ നമ്മൾ പറയാം സ്ലീപ്പ് ചിലപ്പോൾ ആളുകൾക്ക് എന്താണ് ഇതിന്റെ ടെൻഷൻ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടാക്കും. സ്ലീപ്പ് ഹൈജീൻ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്ലീപ്പ് സ്കെഡ്യൂൾ ഉണ്ടാക്കി കൊടുക്കുക. അതൊക്കെയാണ് നമുക്ക് അവിടെ ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ ഇമ്മീഡിയറ്റ് ഗോൾസ് ആണ്. ഇപ്പൊ നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. എന്നാൽ ലോങ് ടേം ഗോൾസ് എന്തായിരിക്കാം എന്നൊക്കെ? ഈ ആൻസൈറ്റി ഉണ്ട്, ഇപ്പൊ ഇങ്ങനെ എക്സാമിനെ കുറിച്ചുള്ള ടെൻഷൻ ഉണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ട്, പെർഫെക്ഷനിസം ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് അണ്ടർലൈങ് ആൻസൈറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഇതുണ്ടാവും, അണ്ടർലൈങ് റീസൺ ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ആൻസൈറ്റി ഉള്ളത് എന്നുള്ളത്. ഇപ്പൊ നമ്മളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ് എനിക്ക് അടുത്ത ആഴ്ച എക്സാം ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല. നമ്മൾ ഈ അണ്ടർലൈങ് കോഴ്സ് കണ്ടുപിടിച്ച് അതിനെ റിസോൾവ് ചെയ്യാൻ സമയം കിട്ടില്ല. അപ്പൊ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചെയ്യുക. ലോങ് ടേമിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ആൻസൈറ്റിയുടെ കോഴ്സ് കണ്ടുപിടിക്കുക, അവരുടെ കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും ബിൽഡ് ചെയ്യുക, അഡ്രസ് അണ്ടർലൈങ് പെർഫെക്ഷനിസം ഓർ ഫിയർ ഓഫ് ഫെയിലിയർ. എന്താണ് ഫെയിലിയറിന്റെ ഫിയർ എന്നുള്ളത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഫിയറിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുക.
സ്ട്രെങ്തൻ ഇമോഷണൽ റെഗുലേഷൻ ആൻഡ് റെസിലിയൻസ്, ഇമോഷണൽ റെസിലിയൻസിനെയും അതേപോലെ തന്നെ റെഗുലേഷനെയും ഒക്കെ സ്ട്രെങ്തൻ ചെയ്തെടുക്കുക. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് ഡിസ്കസ് ചെയ്ത് ക്ലിയർ ആണോ സോഫാർ എന്ന് പറയുന്നത്? ശരി, നമ്മൾ ഇന്ന് എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തതെന്ന് ഓർമ്മയില്ലേ? നമ്മൾ ആദ്യം കൗൺസിലിംഗ് എന്താന്ന് പറഞ്ഞു. കൗൺസിലിംഗ് എന്ന് പറയുന്നത് കൗൺസിലറും കൗൺസിലിംഗ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷണൽ പ്രോസസ്സാണ് ടു ഹെൽപ്പ് ദ കൗൺസിലിംഗ്, അല്ലെങ്കിൽ ക്ലയന്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഡെഫിനേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൗൺസിലിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്കോപ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? പിന്നെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? കൗൺസിലിംഗിന്റെ കോണ്ടെക്സ്റ്റുകൾ എങ്ങനെയൊക്കെയാണ് ക്രൈസിസ് കൗൺസിലിംഗ് വരുന്നത്, അതേപോലെ ഫെസിലിറ്റേറ്റീവ് റെമഡിയൽ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റൽ കൗൺസിലിംഗ് വരുന്നത്, പിന്നെ പ്രിവെന്റീവ് കൗൺസിലിംഗ്, ഡെവലപ്മെന്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന 4 കോണ്ടെക്സ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈപ്സിൽ ടെലിഫോണിക് കൗൺസിലിംഗ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വൊക്കേഷണൽ കൗൺസിലിംഗ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തൊന്നും കൂടെ ഡിസ്കസ് ചെയ്ത് ക്രൈസിസ് കൗൺസിലിംഗ് തന്നെ അതിന്റെ എലമെന്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗോൾസ് അല്ലേ, നമ്മൾ ഗോൾസ് അല്ല ഡിസ്കസ് ചെയ്തെന്ന്, ഇമ്മീഡിയറ്റ് ഗോൾസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, ലോങ് ടേം ഗോൾസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇത്രയാണ് കൗൺസിലിംഗിന്റെ പാർട്ട് 1 അല്ലെങ്കിൽ യൂണിറ്റ് 1 വരുന്നത്. ഒരു ടോട്ടൽ ഒരു 8 യൂണിറ്റോളം വരുന്നതാന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ അതിൽ ആദ്യത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്തത്, കൗൺസിലിംഗിന്റെ ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ശരി, നിങ്ങൾക്ക് ക്ലിയർ ആണോ ഇന്ന് ഡിസ്കസ് ചെയ്തത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സോ അതായത് നമുക്ക് ഇനിയും കൗൺസിലിംഗിന്റെ ഇനിയും സെഷൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിൽ അങ്ങനെ അഡ്രസ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ എല്ലാവർക്കും എക്സാമിന് ഓൾ ദി ബെസ്റ്റ്, നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ കാണാം. ശരി.